ദിക്ർ ഹൃദയത്തിൽ സ്ഥാപിക്കണം. അപ്പോൾ സമാധാനം ഉണ്ടാകും. നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയും ഹസ്ബുനല്ലാഹ്, നമുക്കിത് പേടിയാണ്. പടച്ചോനെ, UP-യിൽ BJP ആയി ഇല്ലേ, അവിടെ BJP ആയി, കേന്ദ്രത്തിൽ BJP, എവിടെയും BJP. എന്ത് BJP യോ? ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹ് ഉണ്ടല്ലോ. ഇത് ദിക്ർ നാവുകൊണ്ട് ചെല്ലല്ലേ, വലിയ കൂലുണ്ട്. പക്ഷെ ഹൃദയത്തിൽ ഇറക്കി. ഒരു വീട് കാറ്റടിച്ച് വീടിൻ്റെ ഓട് മുഴുവനും പാറിപ്പോയി. ആ വീട്ടുകാർത്തിക്കൊരു പേടിയില്ല. എനിക്കെൻ്റെ പുതിയാപ്പളുണ്ടല്ലോ, പൈസക്കാരനായ മുതലാളിയായ ഭർത്താവുണ്ടല്ലോ. ആ പുതിയാപ്പള എന്തിനും കൊള്ളുന്ന ഭർത്താവുണ്ടാകുമ്പോൾ എന്തിന് ഞാൻ ബേജാറാകണം? നാളെ തന്നെ ഓട് മാറ്റാനും ഈ പൊളിഞ്ഞ വീട് നന്നാക്കാനും എൻ്റെ പുതിയാപ്പളക്ക് പൈസ ഉണ്ടല്ലോ. എന്തിന് പിന്നെ ഞാൻ ബേജാറാകണം? എനിക്കെൻ്റെ ഭർത്താവ് മതി. ഈ ചിന്തയാണ് ആ പെണ്ണിന് ധൈര്യം കൊടുക്കുന്നത്. അവളിങ്ങനെ എനിക്കെൻ്റെ പുതിയാപ്പളുണ്ടല്ലോ, എനിക്കെൻ്റെ ഭർത്താവുണ്ടല്ലോ, വിളിച്ചു പറയണ്ട. ഹൃദയത്തിൽ ആ ചിന്ത അവൾക്ക് സമാധാനം കൊടുക്കും. എങ്കിൽ നമ്മൾ നാവിൽ മാത്രം വിളിച്ചു പറയാൻ എനിക്ക് നമ്മുടെ റബ്ബുണ്ടല്ലോ, ഹസ്ബുനല്ലാഹ്, ഹൃദയത്തേക്ക് കൊടുക്കണം. ഇത് മശായിഖന്മാരുമായി സൂഫിയാക്കളുമായി ബന്ധമുണ്ടാകുമ്പോൾ കിട്ടും. അവരെ കൊണ്ടേ കിട്ടൂ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കും ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്തിന് പേടിക്കാനാണ്? അലാ ബിദിക്രില്ലാഹ്, ആ അല്ലാഹു എന്ന ദിക്ർ കൊണ്ട് മനസ്സിന് സമാധാനം വരും. അപ്പോൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നൊരു ദുഃഖം ഉണ്ടാവില്ല, ഒരു ടെൻഷൻ ഉണ്ടാകൂല. അല്ലാഹുവിനെ സമർപ്പിക്കുക. ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുവരാനുള്ള വഴിയാണ് സൂഫിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കും, അതിന്റെ മർമ്മം നമുക്ക് കിട്ടൂല. നമ്മൾ ഒതുടുക്കും, ഒതുവിൻ്റെ ഒക്കെ വാസ്തവത്തിൽ ഒതു എടുക്കുമ്പോൾ ചെറിയ അശുദ്ധി ഉയർത്തുന്നു. എന്താണ് ഉയർത്തുന്നത്? നീ ശരിക്ക് സോപ്പിട്ട് വൃത്തിയാക്കി, ഷാമ്പിട്ട് വൃത്തിയാക്കി, കയ്യും മുഖമൊക്കെ കഴുകി പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു ചളിയും ഒരു മാലിന്യവും ഒരു കരടും നിന്റെ കയ്യിലും മുഖത്തൊന്നും ഇല്ലെങ്കിലും നിസ്കരിക്കാൻ പറ്റൂല. ഒതു എടുക്കണം. അപ്പൊ എന്തിനാ ഒതു എടുക്കണത്? ചളിയും നജസും മാലിന്യവും വേർപ്പും പോക്കാനാണോ? എങ്കിൽ അതൊന്നും ഇല്ലല്ലോ. പിന്നെ വുളു അതല്ല, അത് നിന്റെ മനസ്സ് ശുദ്ധിയാക്കണ തൗബയാണ്. നിന്റെ മുഖം കഴുകുമ്പോൾ പടച്ചോനെ എൻ്റെ കണ്ണുകൊണ്ട് നോക്കി ഹറാമ് പൊരുത്തപ്പെട്ട് തരണം. അല്ലാഹുവേ, എൻ്റെ മുഖം കൊണ്ട് ഞാൻ ചെയ്തത്, ചുംബിച്ചത്, കണ്ണുകൊണ്ട് കണ്ടത്, നോക്കിയത് മാപ്പാക്കണം. തൗബ. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് തൊട്ടത്, കൈ കൊണ്ട് ഞാൻ ചെയ്തത്, പറഞ്ഞത്, എഴുതിയത് എല്ലാം മാപ്പാക്കി തരണം. ചെവി തടവുമ്പോൾ ചെവി കൊണ്ട് ഹറാം കേട്ടത്, ഗീബത്ത് കേട്ടത് മാപ്പാക്കി തരണം. കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് ഹറാമിലേക്ക് പോയത് മാപ്പാക്കി തരണം. തൗബയാണ്. അതുകൊണ്ടല്ലേ വുളു ചെയ്താൽ ആ വെള്ളം നീ തുടക്കരുത്. ആ വെള്ളം കൊഴിഞ്ഞു പോകുമ്പോൾ മുഖത്തിൽ നിന്ന് വുളു ചെയ്ത വെള്ളം വീഴുമ്പോൾ നിന്റെ കണ്ണ് കൊണ്ട് മുഖം കൊണ്ട് ചെയ്ത തെറ്റുകൾ ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുമെന്ന്. നിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ അങ്ങ് ഒലിച്ചു പോകുമെന്ന്. അതുകൊണ്ട് തുടക്കാൻ പാടില്ല എന്ന് ഇമാമുന ശാഫിഈ. മറ്റൊരായത്ത് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, തഖ്വ കൈക്കൊള്ളണം. വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിനേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ തേടണം. ശരിക്കും കേൾക്കണേ, അല്ലാഹ് പറയുന്നു നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, തഖ്വ കൈക്കൊള്ളണം. വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടണം. എന്നിട്ട് വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം, ധർമ്മസമരം നടത്തണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. ഈ തഖ്വ കൈകൊള്ളണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, അല്ലാഹുവിലേക്ക് നിങ്ങൾ നല്ല അടുക്കാനുള്ള മാർഗം സ്വീകരിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ലോകം അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാണ് ഇസ്മായിൽ നഖി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റൂഹുൽ ബയാനിൽ പറയുന്നു, ഈ ആയത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞത്, വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ആയത്തുൽ കരീമ, പരിശുദ്ധമായ ഈ ആയത്ത് സ്വറഹത്ത് കൃത്യമായി വ്യക്തമാക്കി പറയുന്നത്, ബിൽ അംരി ബിബ്തിഗാഇൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടണമെന്നാണ്. വലാ ബുദ്ദ മിൻഹാ, ആ മാർഗം അത്യാവശ്യം തന്നെയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനും ചേരാനും അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനും മാർഗം സ്വീകരിക്കൽ നിർബന്ധമാണ്. അൽബത്ത, തീർച്ചയായും. ഫഇന്നൽ വുസൂല ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് സാധ്യമല്ല. ലാ യഹ്സുലു ഇല്ലാ ബിൽ വസീല, ഒരു മാർഗം കൊണ്ടല്ലാതെ സാധ്യമല്ല. വഹിയ, ആ മാർഗം ഉലമാഉൽ ഹഖീഖത്തി വ മശായിഖുത് ത്വരീഖത്തി,
ഹഖീഖത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും മശായിഖന്മാരാണ്, യഥാർത്ഥ സൂഫിയാക്കളാണ്, ത്വരീഖത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും മശായിഖന്മാരാണ്. അവരെ കൊണ്ടല്ലാതെ, അവരുടെ കൂടെയല്ലാതെ, അവരെ സ്വീകരിച്ചാലല്ലാതെ അല്ലാഹുവിലേക്കുള്ള വഴി സാധ്യമല്ല എന്ന് ആരാ പറയുന്നത്? ലോകപ്രസിദ്ധ ഖുർആൻ മുഫസ്സിർ അല്ലാമ ഇസ്മായിലുൽ ഹഖീ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞത് ഫുള്ള് കേൾക്കണോട്ടെ, ഈ വിഷയങ്ങൾ ഫുള്ള് മനസ്സിലാക്കണം. അപ്പോഴേ ഇതിനെ കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിലേക്കുള്ള മാർഗം നിങ്ങൾ തേടണം. ഏതാണ് മാർഗം? മഹാന്മാരായ പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാർ? ത്വരീഖത്തിൻ്റെയും തസവ്വുഫിൻ്റെയും പണ്ഡിതന്മാർ. അവരെ സ്വീകരിച്ചെങ്കിലേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ പറയുന്നു. ഇനിയോ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ കൂടണമെന്ന് പറഞ്ഞല്ലോ. ആരാ ഇത്? ഇവിടെയും ഇസ്മായിലുള്ളക്ക് റൂഹുൽ ബയാനിൽ പറയുന്നു, ഫസ്അയാ ബുനയ്യ, പൊന്നുമോനെ നീ സത്യവാന്മാരെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ നീ പരിശ്രമിക്കണം, അധ്വാനിക്കണം. ഫീ തർബി ശൈഖിൻ യുർഷിദുക വയഅസിമു ഖവാതിറക, നിന്റെ ഉള്ളു നന്നാക്കി തരുന്ന, തെറ്റുകളെ തൊട്ട് നിന്നെ സംരക്ഷിക്കുന്ന, നിനക്ക് മാർഗദർശനം നൽകുന്ന ഒരാധ്യാത്മിക ഗുരുവിലേക്ക്, ഒരാത്മീയ ഗുരുവിനെ തേടാനും അന്വേഷിക്കാനും പരിശ്രമം നടത്തണം. ഇന്ന് നമ്മൾ ആ ഭാഗം ചിന്തിക്കണമെന്നല്ല. കള്ള ത്വരീഖത്തുകാരും കള്ള ശൈഖന്മാരൊക്കെ ഇവിടെ വിലസുന്നത് കൊണ്ട് നമ്മൾ പാടെ ആ വഴിക്ക് ചിന്തിക്കണമെന്നല്ല. എന്താണ് ഇജാസത്ത്? ഏതെങ്കിലും പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഒരു ത്വരീഖത്ത് വാങ്ങേ, ദിക്ർ വാങ്ങേ, അവരേറ്റു സഹവാസം ഉണ്ട്, ആ ഭാഗം തന്നെ ചിന്തിക്കണില്ല. അതിനാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ട് എന്ന് പോലും പലർക്കും അറിയൂല. അതിനാണ് ഇന്നത്തെ വിഷയം. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹാനായ ശൈഖ് ജീലാനി, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന അല്ലാഹുവിൻ്റെ ഉന്നതനായ വലിയ പറഞ്ഞതെന്താ? ഇദാ ലം തത്തബിൽ കിതാബ വസുന്നത വലശയൂഖൽ ആരിഫീൻ, ആരിഫീങ്ങളായ ആധ്യാത്മിക ഗുരുക്കളായ പണ്ഡിതന്മാർ, മഹാന്മാരായ മശായിഖന്മാരെ അവരെ നീ പിൻപറ്റിയിട്ടില്ലെങ്കിൽ ഫമാ തഫ്ലഹു അബദാ, ഒരിക്കലും നിനക്ക് വിജയിക്കാൻ കഴിയൂല. നമ്മൾ മൗലൂദ് ചൊല്ലും, റാത്തീബയ്ക്കും കുത്തുബീത്തേക്കും, മശായിഖന്മാരും മഹാന്മാർ അവരെക്കുറിച്ചുള്ള സ്നേഹോ ബന്ധോ സുഹബത്തും നമുക്കില്ല, രക്ഷപ്പെടാൻ പറ്റൂല. ഫമാ തഫ്ലഹു അബദാ, ഫത്ഹു റബ്ബാനിയിൽ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിൽ അവിടേക്ക് എത്തിപ്പെടാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമുക്കിവിടെ ജീവിച്ചു പോകാൻ എന്തിനാണ് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒരു ഇന്നോവ കാറിൻ്റെയും വലിയ ഐഫോണിൻ്റെയും വലിയ 2 നില വീടിൻ്റെ ഒക്കെ ഒരു ആവശ്യം? ജീവിച്ചു പോകാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെറിയൊരു തൊഴിലും ജോലിയൊക്കെ മതി. പിന്നെ അത്യാവശ്യം നിലവാരത്തിലും സൗകര്യത്തിലും റാഹത്തിലൊക്കെ ജീവിക്കാനാണ് നമുക്കൊരു വണ്ടി, ഒരു ബൈക്ക്, അല്ലേ, ഒരു കട, സൂപ്പർ മൊബൈൽ, 2 നില വീട്. കറണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടി സൗകര്യം കിട്ടണം, കറണ്ട് വേണം. വാഷിംഗ് മെഷീൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒന്നുകൂടി സൗകര്യത്തിന് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഒന്നുകൂടി സൗകര്യത്തിന് AC. ഇവിടെ VIP ആയി ജീവിക്കാനാണ് എന്ത് ഈ സൗകര്യങ്ങളൊക്കെ. ഇത് ദുന്യാവുക്ക് മാത്രം മതിയോ? ആഖിറത്തിന്റെ വിഷയത്തേക്ക് നമ്മൾ പറയും, നമ്മൾ 5 വക്ത് നിസ്കരിച്ച് നോമ്പ് നോറ്റ് അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി, നമുക്ക് കൂടുതൽ ദിക്റ ഔറാദും സലാത്തും മശായിഖന്മാരും തസവ്വുഫും സൂഫീസൊന്നും വേണ്ട, ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതി. ദുന്യാവിൻ്റെ കാര്യത്തിൽ എന്താ നീ ഇത് ചിന്തിക്കാത്തത്? ഇവിടെ വലിയ ബിസിനസ്സും വലിയ കാറും വലിയ കൊട്ടാരവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും അതൊന്നും വേണ്ട. ഇവിടെ സിമ്പിളായിട്ട് ജീവിച്ചു പോയാൽ മതി. ദുന്യാവ് നേടുന്നിടത്തും ദുനിയാവ് ഉണ്ടാക്കുന്നിടത്തും ഈ ഒരു വിഷയം നിനക്കില്ല. ആഖിറത്തിന്റെ വിഷയത്തിൽ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഈ ഫർദ് നിസ്കാരം ഫർദ് നോമ്പ് മാത്രം മതി, ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ കിട്ടണ സ്വർഗം മതി. അത് ചിന്തിക്കരുത്. അവിടെയും VIP ആകാൻ കഴിയണം. അള്ളാഹിന്റെ മുത്തരവിധങ്ങളും മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ സ്വർഗത്തിലെ ഉന്നത വിധാനങ്ങൾ ആകുമ്പോൾ നീ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും മൂലയിലായിരിക്കും. ഒന്ന് ചെന്ന് കാണാൻ പോലും പറ്റുമോ? എങ്ങനെയെന്നറിയോ? പ്രവാചകർ പഠിപ്പിക്കുക, സ്വർഗം 100 തട്ട, ഇവിടെ നിന്ന് നക്ഷത്രത്തെ നോക്കുന്ന അത്ര ദൂരം ഉണ്ടാകും സ്വർഗത്തിലെ ഉന്നതരും സ്വർഗത്തിൽ കടന്ന ലോക്കൽ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അവൻ ചിന്തിക്കും, പഠിച്ചോനെ കുറച്ചും കൂടി അമലെടുത്തിനെങ്കിൽ ഞാൻ അവരെ ആ ഒരു കാറ്റഗറിയിൽ അവരുടെ സ്ഥാനത്ത് ഞാൻ എത്തിയേനെ. അവിടെ നമുക്ക് വിഷമമുണ്ടാകാൻ പാടില്ല. സ്വർഗത്തിലെത്തിയാലും വിവിധ തട്ടുകളാണ്, അവിടെ VIP ആകാൻ കഴിയണം. അതിന് പ്രിയപ്പെട്ടവരെ തസവ്വുഫ് അത്യാവശ്യമാണ്. അഖിലം പാടച്ചവനെ അറിവേ നീലച്ചവനെ ഇരവോടുന്നില്ല നിന്നിൽ കേടുന്നില്ല ഇരവോടുന്നില്ല നിന്നിൽ കേടുന്നില്ല അഖിലം പാടച്ചവനെ
عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله العلي العظيم. المرء مع من أحب، صدق رسوله النبي الكريم. وخالط الصلحاء نلت الصلاح بهم لأنهم في وجوه الأرض يقمارون. ماء الكنيف إذا ما سال مختلطا بماء نهر فزالت منه أقدار. സർവാദരണീയരായ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സ്റ്റേജിൽ സന്നിഹിതരായ സമസ്തയുടെയും SYS SKSSF ദീനീ സ്ഥാപനങ്ങൾ, മർക്കസ്, ഖുർആൻ സ്റ്റഡി സെൻ്റർ സംരംഭങ്ങളുടെയൊക്കെ കർമ്മോത്സുകരായ നിസ്വാർത്ഥരായ പ്രവർത്തകന്മാർ, ഭാരവാഹികൾ, ഉമ്മപങ്കന്മാർ, സഹോദരീ സഹോദരങ്ങളെ, സമയം വളരെ വിലപ്പെട്ടതാണ്. വളരെ പ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ ഉള്ളത്. ആത്മാർത്ഥമായി പല സഹോദരങ്ങളും ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞു, ഇന്നത്തെ വിഷയം ഞങ്ങൾ കൃത്യമായി യൂട്യൂബിൽ നിന്ന് മറ്റു സൗകര്യങ്ങൾ ഉപയോഗിച്ച് ലൈവായി കേൾക്കാനും അതല്ലെങ്കിൽ അതിന് ശേഷം കേൾക്കാനും കാത്തിരിക്കുകയാണ്. വളരെ പ്രാധാന്യത്തോടു കൂടെ ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ മുമ്പിൽ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം സമർപ്പിക്കുന്നത് പോലെ ഈ സദസ്സിലില്ലെങ്കിലും ഈ വിഷയം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പല പാഠങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുമൊക്കെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അവർക്ക് കൂടിയാണ്, അവരെൻ്റെ മുമ്പിലില്ലെങ്കിലും അവർക്ക് കൂടിയാണ് ഈ വിഷയം ഇന്ന് ഞാൻ സമർപ്പിക്കുന്നത്. സാധാരണ ഒരു വഅദ്, ഒരു പ്രഭാഷണം, ഒരു വിഷയം അങ്ങ് പ്രസംഗിച്ച് നീട്ടിപ്പരത്തി പറഞ്ഞു പോകും. ഇന്നത്തെ വിഷയം അങ്ങനെ നിങ്ങൾ കാണരുത്. ഞാനും പല വിഷയങ്ങളെക്കുറിച്ചും, മരണത്തെക്കുറിച്ചും, ഖബറിനെക്കുറിച്ചും, നരകത്തെക്കുറിച്ചും, ഖിയാമത്ത് നാളിനെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്താറുണ്ട്. അതുപോലെയുള്ള ഒരു പ്രഭാഷണവും ഒരു വഅദുമായി ഇന്നത്തെ പ്രസംഗത്തെ നിങ്ങൾ കാണരുത്. കാരണം ഇന്നത്തെ വിഷയം വളരെ സുപ്രധാനമായ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. നല്ല നിലക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ വിവാദങ്ങൾക്ക്, ഒരുപാട് വാഗ്വാദങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക് ഇടയാകുന്ന ഒരു വിഷയമാണ് സൂഫിസം. പ്രത്യേകിച്ച് ഷിയായിസവും മോശമായ സൂഫിസവും ഒക്കെ ആരോപിച്ച് നമ്മുടെ കേരളത്തിൽ പോലും പുതിയ ചിന്താഗതിക്കാരെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നവോത്ഥാനവാദികളെന്ന് സ്വന്തം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പരിഷ്കരണവാദികൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ തനതായ രൂപവും ഭാവം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭാഗ്യദോഷികൾ യഥാർത്ഥ തസവുഫിനെ വിമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം പോലെ ഒരു ഇസമായി സൂഫിസത്തെ കാണരുത്. എന്താണ് തസവുഫ്, എന്താണ് സൂഫിസം? ഇത് ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനമായ പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് റജബ് 3 റജബ് 6 ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ആണ്ടുദിനം. ഞാൻ സ്റ്റേജിലിരുന്നു കൊണ്ട് എൻ്റെ മൊബൈലിൽ അജ്മീർ ഖാജയെക്കുറിച്ച് ഷെയ്ഖുന ശംസുൽ ഉലമ രചിച്ച മൗലീദ് നോക്കുകയും പഠിക്കുകയുമായിരുന്നു. അജ്മീർ ഖാജ എന്ന സൂഫി ചക്രവാളത്തിലെ ഉന്നതനായ സുൽത്താനെ ലോകം അനുസ്മരിക്കുന്ന മാസമാണ് റജബ്.
ഇന്ന് 3 റജബ് 6 മഹാനവറുകളുടെ ദിനം. 90 ലക്ഷം ആളുകൾ മുസ്ലിമായി എന്നാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയെക്കുറിച്ച് ചരിത്രം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, 90 ലക്ഷമൊക്കെ ഉണ്ടോ? 90 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചും ചരിത്രകാരന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അത്രയും ആളുകൾക്ക് ഹിദായത്ത് ലഭിച്ചു, മോശപ്പെട്ട ആളുകൾ നന്നായി എന്ന ഉദ്ദേശത്തിനാണ് പറഞ്ഞത്. അതല്ല, അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് തന്നെ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ലോക്കൽ കിതാബുകളിലല്ല. മൗലാന അബുൽ ഹസൻ അലി അന്നദവി അദ്ദേഹത്തിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, 90 ലാഖ് മുസൽമാൻ ബൻ ഗയ, 90 ലക്ഷം ആളുകൾ മുസ്ലിമീങ്ങളായി. പ്രസംഗം കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ അല്ല, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും തസവുഫി മേഖലകളെ കൊണ്ടും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജയെ ത്വരീഖത്തിൻ്റെയും തസവുഫിൻ്റെയും ഉന്നതനായ ഒരു മഹാനേതാവായി ലോകം വാഴ്ത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാസമായ റജബിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ പ്രഥമമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ത്വരീഖത്ത് എന്നുള്ളത്. ഇന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന വിധം ഇസ്ലാമിനെയും നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങളെയും വിമർശിക്കാൻ ശത്രുക്കൾക്ക് നല്ലൊരു ഇരയ ഇട്ടുകൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ ആധുനിക തസവുഫ് കൊണ്ട് കിട്ടുന്നത്. ഇവിടെയാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിച്ചു. ജുമുഅക്ക് ഖതീബുമാർ 1-ാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഈ സൂറത്തിൽ എല്ലാവർക്കും അറിയാം, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബി ഫസല്ല എന്നോതും. ഒരിക്കൽ സ്വഹാബികൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എല്ലാ നബിമാർക്കും അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഒരു സന്ദേശം അതൊന്ന് പറഞ്ഞു തരാവോ? ആയിരക്കണക്കായ പ്രവാചകന്മാർ നബിമാർ കടന്നു വന്നു, 100 കണക്കിന് മുർസലീങ്ങൾ കടന്നു വന്നു. എല്ലാവർക്കും അവതരിപ്പിച്ച ഒരു സന്ദേശം, എല്ലാവർക്കും മൊത്തത്തിൽ കിട്ടിയ, എല്ലാവർക്കും കിട്ടിയ സന്ദേശം. മൂസാ നബിക്കുള്ളത് ചിലപ്പോൾ ഇബ്രാഹിം നബിക്ക് ഉണ്ടാകൂല, നൂഹ് നബിക്കുള്ളത് ചിലപ്പോൾ മൂസാ നബിക്ക് ഉണ്ടാകൂല അലൈഹിമുസ്സലാം. എന്നാൽ എല്ലാ നബിമാർക്കും കിട്ടിയ സന്ദേശം അതൊന്ന് പറഞ്ഞു തരാമോ? അപ്പോഴാണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു ആയത്തിറക്കി, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബി ഫസല്ല ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. നബിയേ, ഖദ് അഫ്ലഹ മൻ തസക്ക, ആത്മാവിനെ സംശുദ്ധീകരിച്ചവൻ, സംസ്കരിച്ചവൻ പരിപൂർണ വിജയം കൈവരിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല, അല്ലാഹുവിന്റെ നാമത്തെ വാഴ്ത്തുകയും നമസ്കരിക്കുകയും ചെയ്ത് ഹൃദയത്തെ സംസ്കരിച്ചവർ വിജയിച്ചു. നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് മനുഷ്യന്മാരൊക്കെയും. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ, പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ശാശ്വതവും ഖൈറും. ഇതാണ് ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ, മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്ക് കിട്ടിയ ഏടുകളിലും ഇതാണുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഏടിലുള്ളത് ഇതാണ്. വെള്ളിയാഴ്ച നമ്മൾ കൂതുന്ന സൂറത്താണ്. എല്ലാവർക്കും മുൻ വേദങ്ങളിലൊക്കെ ഉള്ളത് ഈ തത്വമാണ്. ഇതാണ് വാസ്തവത്തിൽ തസവുഫിൻ്റെ മാനദണ്ഡം. ഏത്? ആത്മസംസ്കരണം, സ്വഭാവ ശുദ്ധീകരണം, ആഖിറത്തിന്റെ വിശാലതയെക്കുറിച്ച് ഓർത്ത് നമ്മുടെ യഥാർത്ഥ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഉന്നത ബോധമുള്ളവരായി മാറുക. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തെയാണ് മനുഷ്യന്മാർ തെരഞ്ഞെടുക്കുന്നത്. ഈ ദുനിയാവിലെ ജീവിതം ഒരു ചുക്കുമല്ല, ഇതൊരു ജീവിതമേ അല്ല, ഇതൊരു സ്വപ്നം മാത്രമാണ്. ഒരർത്ഥത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചു. ഈ സന്ദേശമാണ് മുൻ വേദങ്ങളിലൊക്കെയുള്ളത്. ഇത് വാസ്തവത്തിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തറപ്പിച്ച് ദൃഢപ്പെടുത്തി കൊടുക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് തസവുഫ് എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിൽ പ്രസംഗങ്ങൾക്ക് കുറവില്ല, മതപ്രഭാഷണങ്ങൾക്ക് കുറവില്ല, മുസ്ലിയാക്കന്മാർക്ക് കുറവില്ല, സംഘടനകൾക്ക് കുറവില്ല, സീഡികൾക്കോ ലഘുലേഖകൾക്കോ പത്രങ്ങൾക്കോ കുറവില്ല. പക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നിവിടെ ദീൻ മരിച്ചു കിടക്കുകയാണ് എന്നത് സത്യമല്ലേ?
നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ ബഗ്ദാദിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചു കിടക്കുന്ന ദീനിനെയാണ് കാണുന്നത് എന്ന്. അവിടെ സ്ഥാപനങ്ങളുണ്ട്, അറബി കോളേജുകളുണ്ട്, എന്നിട്ടും പറഞ്ഞു മരിച്ചു കിടക്കുന്ന ദീനിനെയാണ് കാണുന്നത് എന്ന്. കാരണം ജീവൻ നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളാണ് ഇന്നൊരർത്ഥത്തിൽ പറഞ്ഞാൽ. എവിടെയും ജാടകൾ, ഭൗതിക ചിന്തകൾ, ഭൗതിക നേട്ടങ്ങൾ, അതുമാത്രം ആഗ്രഹിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ. ഞാൻ പൊതുവെയുള്ള സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. നിങ്ങൾ ശരിക്കു ചിന്തിച്ച് നോക്കി, ജാടകൾ, മതസംഘടനകളും ദീനീ പ്രബോധകരെന്ന് അവകാശപ്പെടുന്നവരും ഉള്ളിൻ്റെ ഉള്ളിൽ ജാടകളും കിബറും ഹസദും റിയാവും ഭൗതിക ഇച്ഛകളും ഭൗതിക നേട്ടങ്ങളും ദുന്യാവിൻ്റെ ലാഭങ്ങളും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാജിയാർ പള്ളിക്കും മദ്രസക്കും കൊടുത്താലും ഉള്ളിൻ്റെ ഉള്ളിൽ പേരും പെരുമയും പ്രശസ്തിയും ഞാൻ എന്ന ചിന്തയും കടന്നു വരികയാണ്. നല്ലൊരു വഅദ് പറഞ്ഞാലും ഒരു മഹല്ലത്തിൽ നല്ലൊരു മാറ്റം വരുത്തി ഒരു പ്രബോധന പ്രവർത്തനം ഒരു പണ്ഡിതൻ നിർവഹിച്ചാലും ഉള്ളിൽ അറിയാതെ ഇതൊക്കെ എൻ്റെ നേട്ടമാണ് എന്ന ഒരു ഉൾവിളി, ഒരു ചിന്ത കടന്നു വരികയാണ്. നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ ഹൃദയം ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഉണ്ടാകും? അതെങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന്. നമുക്ക് സൃഷ്ടിപ്പിനെ കുറിച്ചൊരു ലക്ഷ്യമില്ല, അതാണ് വിഷയം. ഈ ലക്ഷ്യബോധം ശരിക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് പാകപ്പെടുത്തി ഹൃദയത്തെ സംസ്കരിച്ച് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് തസവുഫ്, സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ. പഴയ കാലത്തൊക്കെ നമ്മളെ പണ്ഡിതന്മാർ ജീവിച്ച വഴികളൊക്കെ ഒന്ന് മറന്നു. നമ്മളെ കലണ്ടറിലൊക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെയും മശായിഖന്മാരുടെയും ഒക്കെ ചരമദിനങ്ങൾ. എല്ലാ കലണ്ടറിലും ഉണ്ടാകും വിയോഗ ദിവസങ്ങൾ. ഇന്ന് ആരാത് നോക്കുക? ദാറുഹുദയിലൊക്കെ CH ഐദ്രോസ് മുസ്ലിയാരൊക്കെ പറയും, ഇന്ന് ഷാഫി ഇമാമിൻ്റെ ആണ്ടാണ്, ഇന്ന് സുഹ്റവർദി ഇമാമിൻ്റെ ആണ്ടാണ്, ഇന്ന് ഷാദുലി ഇമാമിൻ്റെ ആണ്ടാണ്. മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ആണ്ടുദിനങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും ഫാത്തിഹയോ യാസീനോ ഒക്കെ ഓതുകയും ചീർണി സ്വതക്കയായി നൽകുകയും ചെയ്ത് മഹാന്മാർ ഓർക്കുന്ന, അവരെ മൗലിദ് പാരായണം ചെയ്യുന്ന മഹാന്മാരോടുള്ള സ്നേഹം. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടവരാണെങ്കിലും അവർ ഓർക്കുന്ന സമ്പ്രദായം ഇന്നെവിടെ പോയി? ഈ സുന്ദരമായ പാരമ്പര്യം ഇല്ലാതെയായി. ഏത് പള്ളി ാണ് ഇന്ന് മഹാന്മാരുടെ ആണ്ടുദിനങ്ങളും മറ്റും ഇന്ന് സുതാര്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല. ഇതൊക്കെ നമുക്ക് മോശമായി തോന്നി, ഇതൊക്കെ നമ്മൾ രണ്ടാം നമ്പറായി കണ്ടു. ഇതൊക്കെ എടുത്തുപോയ സുന്ദരമായ സംസ്കാരങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കണം, ആരിഫീങ്ങളോടും മഹാന്മാരോടും മശായിഖന്മാരോടും യഥാർത്ഥ പണ്ഡിതന്മാരോടും ഒക്കെയുള്ള ബന്ധം ആർക്കുണ്ട്? നമ്മളൊക്കെ പ്രവർത്തകന്മാരാണ്. യഥാർത്ഥ മശായിഖന്മാരുണ്ട് എന്നും തസവുഫ് വേണമെന്നും ത്വരീഖത്ത് വേണമെന്നും ഇജാസത്തുണ്ട് എന്നും ഒന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ തസവുഫും ത്വരീഖത്തും ഇത്തരം മഹാന്മാരുടെ മാർഗങ്ങളുമായി ബഹുദൂരം അകലെയാണ് എന്നത് സത്യം തന്നെയാണ്. കള്ളന്മാരും പൊള്ളന്മാരും സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ചതികന്മാരും വഞ്ചകന്മാരും ഫാസിഖീങ്ങളുമായ കള്ള ത്വരീഖത്തിന്റെ ഷെയ്ഖുമാരും കള്ള സൂഫിയാക്കളും ഉണ്ട് എന്ന് വെച്ച് ഒരിക്കലും യാഥാർത്ഥ്യത്തിനെതിരെ നമ്മൾ പല്ലിടിച്ച് കാണിക്കരുത്, അതിനെ നമ്മൾ വിസ്മരിക്കരുത്. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എവിടെ എത്തിയിരിക്കുന്നു? എങ്ങനെ ഈ സമുദായത്തിന് സമൂലമായ മാറ്റമുണ്ടാകണമെങ്കിൽ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ആദ്യകാലത്തെ മഹാന്മാർ കേരളത്തെ എങ്ങനെ മാറ്റിയെടുത്തു, ആ ഒരു ശൈലിയും ഐഡിയോളജിയും നമ്മൾ സ്വീകരിക്കണം. ഒരുപാട് മതപ്രസംഗം നടത്തിയിട്ടും വാദപ്രതിവാദം നടത്തിയിട്ടും അല്ല. അവരുടെ ജീവിതം തസവുഫ്, പരിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിലും സൂഫിയാക്കളില്ലെങ്കിൽ, മഹാന്മാരായ സ്വാലിഹീങ്ങളില്ലെങ്കിൽ ദീൻ ഇവിടെ ഉണ്ടാകൂല. നമ്മൾ 17 പ്രാവശ്യം ഓതുന്നത് എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചോനെ നേരായ വഴിയിലേക്ക് ഞങ്ങൾ നയിക്ക്. ഏതാണ് വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴികൾ. അതേതാണ്? മറ്റൊരു സൂറത്ത് ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. ഇവരെ പറയാണ് അല്ലാഹു തആല അവരുടെ വഴികൾ. നോക്കൂ നിങ്ങൾ, മഹാന്മാരെ എടുത്തു പറഞ്ഞിട്ട് ഇവരെ വഴികൾ. അവസാന നാളാകുമ്പോൾ മശായിഖന്മാരും വലിയ വലിയ പണ്ഡിതന്മാരും സൂഫിയാക്കളും നല്ല ആളുകളൊക്കെ ഉണ്ട് മരിച്ചു. അപ്പോഴും ഖുർആൻ ഇവിടെ ഉണ്ടാകും. ഒരു മാറ്റം ഖുർആൻ കൊണ്ട് അന്നേരം ഉണ്ടാകൂല. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് അവസാന നാളാകുമ്പോൾ ഖുർആൻ ഇവിടെ ഉണ്ടാകും. ലാ യബ്ഖാ മിനൽ ഇസ്ലാം ലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മു. ഖുർആൻ ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാവില്ല. ജനങ്ങൾ നന്നാകൂല, ജനങ്ങൾ സ്വാലിഹീങ്ങളാകൂല. ഇവിടെ മുഴുവൻ തമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും മാത്രമായിരിക്കും. ഖുർആൻ ഉണ്ട്, പക്ഷേ സൂഫിയാക്കളില്ല, സ്വാലിഹീങ്ങളില്ല, യഥാർത്ഥ സ്വാലിഹീങ്ങളില്ല. അവർക്കാണ് പ്രാധാന്യം. അവരുണ്ടെങ്കിലേ പരിശുദ്ധമായ ഖുർആൻ പിടിച്ച് പ്രബോധനം ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ,
ഖുർആന്റെ ഒന്നാമത്തെ സൂറത്ത് എപ്പോഴും ഓതുന്ന ഫാത്തിഹയിൽ സ്വാലിഹീങ്ങളെ കുറിച്ചും സുദ്ദീഖീങ്ങളെ കുറിച്ചും പറഞ്ഞു. ഖുർആനെ കുറിച്ച് പറഞ്ഞത് രണ്ടാമത്തെ സൂറത്തിലാണ്, അൽ ബഖറയിൽ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ തന്നെയാണ് ഒന്നാം പ്രമാണം, ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ഉണ്ട്, അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാനും പ്രബോധനം ചെയ്തു കൊടുക്കാനും സ്വാലിഹീങ്ങളില്ലെങ്കിൽ ഒരു കാര്യമില്ല. പരിശുദ്ധമായ പുണ്യപ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. പ്രബോധകർക്കാണ് പ്രാധാന്യം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് അവരുടെ വഴികൾ ഇല്ലാതെ പുറമെയുള്ള പ്രകടന പരതകളുള്ള ദീനീ പ്രവർത്തനങ്ങളെ കൊണ്ട് സമൂലമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. തസവുഫ് എന്താണ്? സൂഫിസം എന്താണ്? ദീനിന്റെ കാവലാണ്, ഇസ്ലാമിന്റെ നെടും തൂണാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഭയപ്പെടണം, തഖ്വ കൈക്കൊള്ളണം. വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ സഹവസിക്കണം. ആരാ സത്യവാന്മാർ? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ നല്ല സത്യം മാത്രം പറയുന്ന നല്ല നിഷ്കളങ്കരായ മനുഷ്യന്മാരുണ്ട്. ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, പിന്നെ മതമില്ലാത്ത ആളുകളിലൊക്കെ സത്യം മാത്രം പറയുന്ന നുണയും കള്ളവും വഞ്ചനയൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യന്മാരുണ്ട്. അവരെ കൂടെ ആണെന്നല്ലല്ലോ ഇവിടുത്തെ താല്പര്യം. പിന്നെയോ യഥാർത്ഥ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ മഹാന്മാരായ സാദാത്യങ്ങളായ സ്വാലിഹീങ്ങളായ മഹാന്മാർ, അവരെ കൂടെ കൂടണം. നമ്മൾ അവരെ കൂടെ ഉണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കി. ഖുർആൻ പറയാ, വകൂനൂ മഅസ്വാദിഖീൻ. സത്യവാന്മാരുടെ കൂടെ നിങ്ങളാകണം. മറ്റൊരായത്ത് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, തഖ്വ കൈക്കൊള്ളണം. വബ്തഗു ഇലൈഹിൽ വസീല. അല്ലാഹുവിനേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ തേടണം. ശരിക്ക് കേൾക്കണേ. അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, തഖ്വ കൈക്കൊള്ളണം. വബ്തഗു ഇലൈഹിൽ വസീല. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടണം. എന്നിട്ട് വജാഹിദു ഫീ സബീലിഹി. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം, ധർമ്മസമരം നടത്തണം. ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. ഈ തഖ്വ കൈകൊള്ളണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, അല്ലാഹുവിലേക്ക് നിങ്ങൾ നല്ല അടുക്കാനുള്ള മാർഗം സ്വീകരിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ലോകം അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാണ് ഇസ്മായിലുൽ ലഖി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റൂഹുൽ ബയാനിൽ പറയുന്നു, ഈ ആയത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞത്, വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ആയത്തുൽ കരീമ, പരിശുദ്ധമായ ഈ ആയത്ത് സ്വറഹത്ത് കൃത്യമായി വ്യക്തമാക്കി പറയുന്നത് ബിൽ അംരി ബിബ്തിഗാഇൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടണമെന്നാണ്. വലാ ബുദ്ദ മിൻഹാ, ആ മാർഗം അത്യാവശ്യം തന്നെയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനും ചേരാനും അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനും മാർഗം സ്വീകരിക്കൽ നിർബന്ധമാണ്. അൽബത്ത, തീർച്ചയായും. ഫഇന്നൽ വുസൂല ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് സാധ്യമല്ല. ലാ യഹ്സുറു ഇല്ലാ ബിൽ വസീല, ഒരു മാർഗം കൊണ്ടല്ലാതെ സാധ്യമല്ല. വഹിയ, ആ മാർഗം ഉലമാഉൽ ഹഖീഖത്തി വ മശായിഖുത് ത്വരീഖത്തി, ഹഖീഖത്തിന്റെയും ത്വരീഖത്തിന്റെയും മശായിഖന്മാരാണ്, യഥാർത്ഥ സൂഫിയാക്കളാണ്. ത്വരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും മശായിഖന്മാരാണ്. അവരെ കൊണ്ടല്ലാതെ, അവരുടെ കൂടെയല്ലാതെ, അവരെ സ്വീകരിച്ചാലല്ലാതെ അല്ലാഹുവിലേക്കുള്ള വഴി സാധ്യമല്ല എന്ന് ആരാ പറയുന്നത്? ലോകപ്രസിദ്ധ ഖുർആൻ മുഫസ്സിർ അല്ലാമ ഇസ്മായിലുൽ ഹഖീ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞത് ഫുള്ള് കേൾക്കണം, ഈ വിഷയങ്ങൾ ഫുള്ള് മനസ്സിലാക്കണം. അപ്പോഴേ ഇതിനെ കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിലേക്കുള്ള മാർഗം നിങ്ങൾ തേടണം. ഏതാണ് മാർഗം? മഹാന്മാരായ പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാർ? ത്വരീഖത്തിൻ്റെയും തസവുഫിൻ്റെയും പണ്ഡിതന്മാർ. അവരെ സ്വീകരിച്ചെങ്കിലേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ പറയുന്നു. ഇനിയോ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ കൂടണമെന്ന് പറഞ്ഞല്ലോ. ആരാ ഇത്?
ഇവിടെയും ഇസ്മായിലുള്ളക്ക് റൂഹുൽ ബയാനിൽ പറയുന്നു, ഫസ്അയാ ബുനയ്യ, പൊന്നുമോനെ നീ സത്യവാന്മാരെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ നീ പരിശ്രമിക്കണം, അധ്വാനിക്കണം. ഫീ തലബി ശൈഖിൻ യുർഷിദുക വയഅസിമു ഖവാതിറക, നിന്റെ ഉള്ളു നന്നാക്കി തരുന്ന, തെറ്റുകളെ തൊട്ട് നിന്നെ സംരക്ഷിക്കുന്ന, നിനക്ക് മാർഗദർശനം നൽകുന്ന ഒരാധ്യാത്മിക ഗുരുവിലേക്ക്, ഒരാത്മീയ ഗുരുവിനെ തേടാനും അന്വേഷിക്കാനും പരിശ്രമം നടത്തണം. ഇന്ന് നമ്മൾ ആ ഭാഗം ചിന്തിക്കണമെന്നല്ല. കള്ള തരീക്കത്താരും കള്ള ശൈഖന്മാരൊക്കെ ഇവിടെ വിലസുന്നത് കൊണ്ട് നമ്മൾ പാടെ ആ വഴിക്ക് ചിന്തിക്കണമെന്നല്ല. എന്താണ് ഇജാസത്ത്? ഏതെങ്കിലും പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഒരു തരീക്കത്ത് വാങ്ങേ, ദിക്റ് വാങ്ങേ, അവരേറ്റ് സഹവാസം ഉണ്ട്, ആ ഭാഗം തന്നെ ചിന്തിക്കണില്ല. അതിനാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ട് എന്ന് പോലും പലർക്കും അറിയൂല. അതിനാണ് ഇന്നത്തെ വിഷയം. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹാനായ ശൈഖ് ജീലാനി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന അള്ളാഹുവിൻ്റെ ഉന്നതനായ വലിയ പറഞ്ഞതെന്താ? ഇദാ ലം തത്തബിൽ കിതാബ വസുന്നത വലശയൂഖൽ ആരിഫീൻ, ആരിഫീങ്ങളായ ആധ്യാത്മിക ഗുരുക്കളായ പണ്ഡിതന്മാർ, മഹാന്മാരായ മശായിഖന്മാരെ അവരെ നീ പിൻപറ്റിയിട്ടില്ലെങ്കിൽ ഫമാ തഫ്ലഹു അബദാ, ഒരിക്കലും നിനക്ക് വിജയിക്കാൻ കഴിയൂല. നമ്മൾ മൗലൂദ് ചൊല്ലും, റാത്തീബയ്ക്കും കുത്തുബീത്തേക്കും, മശായിഖന്മാരും മഹാന്മാർ അവരെക്കുറിച്ചുള്ള സ്നേഹമോ ബന്ധോ സുഹബത്തും നമുക്കില്ല, രക്ഷപ്പെടാൻ പറ്റൂല. ഫമാ തഫ്ലഹു അബദാ, ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിൽ അവിടേക്ക് എത്തിപ്പെടാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമുക്കിവിടെ ജീവിച്ചു പോകാൻ എന്തിനാണ് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒരു ഇന്നോവ കാറിൻ്റെയും വലിയ ഐഫോണിൻ്റെയും വലിയ 2 നില വീടിൻ്റെ ഒക്കെ ഒരു ആവശ്യം? ജീവിച്ചു പോകാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെറിയൊരു തൊഴിലും ജോലിയൊക്കെ മതി. പിന്നെ അത്യാവശ്യം നിലവാരത്തിലും സൗകര്യത്തിലും റാഹത്തിലൊക്കെ ജീവിക്കാനാണ് നമുക്കൊരു വണ്ടി, ഒരു ബൈക്ക്, അല്ലേ, ഒരു കട, സൂപ്പർ മൊബൈല്, 2 നില വീട്. കറണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടി സൗകര്യം കിട്ടണം, കറണ്ട് വേണം. വാഷിംഗ് മെഷീൻ്റെ ആവശ്യമില്ല, പക്ഷെ ഒന്നുകൂടി സൗകര്യത്തിന് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഒന്നുകൂടി സൗകര്യത്തിന് AC. ഇവിടെ VIP ആയി ജീവിക്കാനാണ് എന്ത് ഈ സൗകര്യങ്ങളൊക്കെ. ഇത് ദുന്യാവുക്ക് മാത്രം മതിയോ? ആഖിറത്തിന്റെ വിഷയത്തേക്ക് നമ്മൾ പറയും, നമ്മൾ 5 വക്ത് നിസ്കരിച്ച് നോമ്പ് നോറ്റ് അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി, നമുക്ക് കൂടുതൽ ദിക്റ ഔറാദും സലാത്തും മശായിഖന്മാരും തസവ്വുഫും സൂഫീസും ഒന്നും വേണ്ട, ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതി. ദുന്യാവിൻ്റെ കാര്യത്തിൽ എന്താ നീ അത് ചിന്തിക്കാത്തത്? ഇവിടെ വലിയ ബിസിനസ്സും വലിയ കാറും വലിയ കൊട്ടാരവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും അതൊന്നും വേണ്ട. ഇവിടെ സിമ്പിളായിട്ട് ജീവിച്ചു പോയാൽ മതി. ദുന്യാവ് നേടുന്നിടത്തും ദുനിയാവ് ഉണ്ടാക്കുന്നിടത്തും ഈ ഒരു വിഷയം നിനക്കില്ല. ആഖിറത്തിന്റെ വിഷയത്തിൽ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഈ ഫർദ് നിസ്കാരം ഫർദ് നോമ്പ് മാത്രം മതി, ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ കിട്ടണ സ്വർഗം മതി. അത് ചിന്തിക്കരുത്. അവിടെയും VIP ആകാൻ കഴിയണം. അള്ളാഹിന്റെ മുത്തുനബിതങ്ങളും മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ സ്വർഗത്തിലെ ഉന്നത വിധാനങ്ങളിൽ ആകുമ്പോൾ നീ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും മൂലയിലായിരിക്കും. ഒന്ന് ചെന്ന് കാണാൻ പോലും പറ്റുമോ? എങ്ങനെയെന്നറിയോ? പ്രവാചകർ പഠിപ്പിക്കുക, സ്വർഗം 100 തട്ട, ഇവിടുന്ന് നക്ഷത്രത്തെ നോക്കുന്ന അത്ര ദൂരം ഉണ്ടാകും സ്വർഗത്തിലെ ഉന്നതരും സ്വർഗത്തിൽ കടന്ന ലോക്കൽ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അവൻ ചിന്തിക്കും, പടച്ചോനെ കുറച്ചും കൂടി അമലെടുത്തിനെങ്കിൽ ഞാൻ അവരെ ആ ഒരു കാറ്റഗറിയിൽ അവരുടെ സ്ഥാനത്ത് ഞാൻ എത്തിയേനെ. അവിടെ നമുക്ക് വിഷമമുണ്ടാകാൻ പാടില്ല. സ്വർഗത്തിലെത്തിയാലും വിവിധ തട്ടുകളാണ്, അവിടെ VIP ആകാൻ കഴിയണം. അതിന് പ്രിയപ്പെട്ടവരെ തസവ്വുഫ് അത്യാവശ്യമാണ്. എന്താ തസവ്വുഫ്? ഇത് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ ബേജാറാകണ്ട. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനസ്സ് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കലാണ്. ഇന്ന് പല കള്ളത്തൊരീക്കത്തുകാരും ഇസ്ലാമിന് പുകമറ, ദീൻ പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് പുകമറയുള്ളതായി ദീനിനെ അവതരിപ്പിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് സാധാരണക്കാരെ പറ്റിച്ചു. ഇസ്ലാമിനെ സിമ്പിളായി, ഇസ്ലാമിനെ സുതാര്യമായി അവതരിപ്പിക്കുന്നതിന് പകരം എന്തൊക്കെയോ നൂലാമാലകൾ പറഞ്ഞ് സാധാരണക്കാരെ പഴപ്പിക്കുക. എത്ര സുന്ദരമാണ്, സുതാര്യമാണ് ഇസ്ലാം. ശരിക്കും തസവ്വുഫ് ആത്മസംസ്കരണമാണ്. അതന്നെ. പഴയ കാലത്തൊന്നും നബിതങ്ങളെ കാലത്ത് സൂഫിസമില്ല, ത്വരീഖത്തില്ല എന്ന് പറഞ്ഞ് ബേജാറാകണ്ട. തസവ്വുഫ് എന്ന പരിശുദ്ധമായ മാർഗം എന്തെന്നറിയണോ? ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി പറയുന്നു, അത്തസവ്വുഫു, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ, അതൊരു വിജ്ഞാന ശാഖയാണ്, വിജ്ഞാനമാണ്. തുഅറഫു ബി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി, നമ്മുടെ നഫ്സുകളെ സംസ്കരിക്കുന്ന വഴികൾ അറിയുന്ന, സംസ്കരിക്കുന്ന ഹൃദയത്തെ ആത്മസംസ്കരണത്തിന്റെ അവസ്ഥകൾ അറിയുന്ന ഇൽമാണ്. വതസ്ഫിയത്തുൽ അഖ്ലാഖി, സ്വഭാവ ശുദ്ധീകരണത്തിന്റെ, വതഅമീറു ളാഹിരി വൽ ബാത്തിനി,
മനുഷ്യന്റെ ഉള്ളും പുറവും ശുദ്ധിയാക്കുന്ന, കേട് തീർത്ത് വൃത്തിയാക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ലിനൈലി സഅദത്തിൽ അബ്ദിയ. ശാശ്വതമായ വിജയം കൈവരിക്കാൻ വേണ്ടി ആത്മാവിനെ സംസ്കരിക്കുന്ന ഒരു ശാഖയാണ് തസവുഫ്. ഇത് നബിതങ്ങളെ കാലത്തുണ്ടല്ലോ. ഈ പേരിൽ നബിതങ്ങളെ കാലത്തില്ലെങ്കിലും ഫിഖ്, ഇൽമുൽ ഫിഖ് എന്ന പേര് നബിതങ്ങളെ കാലത്തില്ല. ഇൽമുൻ നഹ്വി വസ്സർഫ്, നഹ്വ് സർഫ് എന്ന ശാസ്ത്രശാഖ നബിതങ്ങളെ കാലത്ത് ഈ പേരിലില്ല എന്നേ ഉള്ളൂ. ഇൽമു തഫ്സീർ എന്ന ഒരു പ്രയോഗം നബിതങ്ങളെ കാലത്തില്ല എന്നേ ഉള്ളൂ ഈ ശാഖക്ക്. പക്ഷെ അന്നുണ്ട് സംഗതിയൊക്കെ. അത് ശേഷമാണ് പിന്നെ ഇതൊരു ശാസ്ത്രശാഖ ആയിട്ട് വരുന്നത് അല്ലേ. അതന്നെയാണ് തസവുഫും. നബിതങ്ങളെ കാലത്ത് ഉസൂൽ ഫിഖ്, ഉസൂൽ ഹദീസ് അങ്ങനെ പേരിൽ ശാഖല്ലല്ലോ. പക്ഷെ സംഗതി നബിതങ്ങളെ കാലത്തുണ്ട്. ഇത് നബിതങ്ങളെ കാലത്തില്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മൾ തസവുഫ് സൂഫിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ആനക്കാര്യം മനസ്സിലാക്കല്ലേ. ജുനൈദുൽ ബഗ്ദാദി പറയുന്നു, തസവുഫു ഇസ്തിമാലു കുല്ലി ഖുലുഖിൻ സനിയിൻ, ഉന്നതമായ എല്ലാ സ്വഭാവങ്ങളെയും പ്രയോഗവൽക്കരിക്കുക, എല്ലാ സമുന്നതമായ സ്വഭാവങ്ങളെയും കൊണ്ടുവരിക. വതറുകു കുല്ലി ഖുലുഖിൻ ദനിയിൻ, എല്ലാ മോശപ്പെട്ട ചീഞ്ഞ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെയും ഒഴിവാക്കുക. ഇതാണ് തസവുഫ്. എന്നാൽ നമ്മളെ കേരളത്തിൽ നൂറുകണക്കിന് ത്വരീഖത്തുകാരുണ്ട്, തസവുഫിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അവർ നാവ് തുറന്നാൽ തൊള്ള തുറന്നാൽ ഗീബത്തും നമീമത്തും ഫിത്ന പറച്ചിലും മറ്റുള്ളവരെ പച്ചറച്ചി തിന്നലും വ്യഭിചാരാരോപണം നടത്തലും നുണ പറയലും പരിഹസിക്കലും കള്ളത്തരങ്ങളുമാണ്. ഒരിക്കലും അവർക്ക് തസവുഫ് കിട്ടിയിട്ടില്ല. തസവുഫ് എന്ന് പറഞ്ഞാൽ ഇസ്തിമാലു കുല്ലി ഖുലുഖിൻ സനീൻ, ഉന്നതമായ എല്ലാ സ്വഭാവങ്ങളും സ്വീകരിക്കലും, വതറുകു കുല്ലി ഖുലുഖിൻ ദനീൻ, എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും ഒഴിവാക്കലുമാണ്. ഇതാണ് തസവുഫ്. ഇത് വേണ്ടേ? തസവുഫ് ഒന്ന് ഇതന്നല്ലേ വേണ്ടത്. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ഒരു ത്വരീഖത്തിലെ മുരീദന്മാരെ നോക്കിയാൽ മതി, ഇത് ശരിയാണോ അല്ലേ? എന്തൊക്കെ വൃത്തികെട്ട സ്വഭാവങ്ങൾ, നുണ മാത്രം പറയാ, ഗീബത്ത് നമീമത്ത്, പച്ചർച്ചി തിന്ന, ഞാൻ വലിയ ആളാണെന്നുള്ള അഹങ്കാരം, ഇതൊക്കെ മാറ്റിയിട്ട് സമുന്നതമായ എല്ലാ സ്വഭാവങ്ങളും സ്വീകരിച്ച് മോശപ്പെട്ട മുഴുവൻ സ്വഭാവങ്ങളും ഒഴിവാക്കുക. ഇതാണ് തസവുഫ്. ഇത് വേണ്ടതന്നല്ലേ? ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ലോക വിഖ്യാത പണ്ഡിതനാണ്. അൽ മഹ്റുൽ മദീദ് എന്ന തഫ്സീർ ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഹുവ തസവുഫ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ, അതൊരു വിജ്ഞാനമാണ്. യുറഫു ബിഹി കൈഫിയത്തു സുലൂകി ഇലാ ഹദ്റത്തി മലിക്കുൽ മുലൂക്, രാജാതിരാജന പടച്ചത്തമ്പുരാനിലേക്ക് അടുക്കാൻ, അവനിലേക്ക് പ്രവേശിക്കാനുള്ള രൂപവും കോലങ്ങളും ഒക്കെ അറിയപ്പെടുന്ന ശാസ്ത്രശാഖയാണ് തസവുഫ്. വ തസ്ഫിയത്തുൽ ബവാത്തിനി മിനർ റദാഇനി വ തഹ്ലിയതിയാ ബി അൻവാഇൽ ഫളായിലി, മനസ്സിന്റെ എല്ലാ തെറ്റുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മനസ്സിനെ സംസ്കരിച്ച് ഹൃദയത്തിന്റെ സകലമായ ദുഷിച്ച രോഗങ്ങളിൽ നിന്നും അതിനെ സംസ്കരിച്ചുകൊണ്ട് സമുന്നതമായ ശൈലികളും സ്വഭാവങ്ങളും ഹൃദയത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന സുന്ദരമായ സരണിയാണ് തസവുഫ്. അത് വേണ്ടേ? എത്ര ദീൻ പ്രസംഗിച്ചാലും തസവുഫ് ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. തസവുഫ് വേണം, സംസ്കരണം വേണം. അത് വെറുതെ അങ്ങ് കിട്ടൂല. അതിന് പരിശീലനമുള്ള പണ്ഡിതന്മാരോട് സഹവസിക്കണം. അറ്റ്ലീസ്റ്റ് പണ്ഡിതന്മാരോടും സ്വാലിഹ്യങ്ങളോടും സഹവസിക്കണം. ഞാൻ പറയട്ടെ, എവിടുന്നെങ്കിലും ഒരു ആലിമിനെ നിങ്ങളൊക്കെ കാണുമെന്നല്ലാതെ എത്രയെത്ര സൂഫിയാക്കൾ കേരളത്തിലുണ്ട്, എത്രയെത്ര മഹാന്മാരുണ്ട്. അവരെ ചെന്ന് കാണലും, അവരെ കൈ പിടിച്ചു മുത്തലും, അവരോട് ദുആ ചെയ്യാൻ പറയലും, ബറക്കത്തിന് വേണ്ടി അവരോട് ദിക്ർ വാങ്ങലും എത്ര ആൾക്കുണ്ട്. ഞാൻ പറയട്ടെ, അത്തിപ്പെട്ട ഉസ്താദ് ദരക്കടക്ക് ഇവിടെ വരാറുണ്ട്. ഉസ്താദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആഖിറം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ദിക്ർ എനിക്ക് ചൊല്ലിത്തരണം, എന്തെങ്കിലും ഒരു ദിക്ർ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അല്പം ും ദിക്ർ വാങ്ങിയിട്ട് ബറക്കത്തിനെങ്കിലും ചൊല്ലി നടക്കുന്ന സ്വഭാവം എത്ര പേർക്കുണ്ട്? കുറച്ചേ ഉള്ളൂ. ദുആ സമ്മേളനത്തിൽ നമ്മൾ പോകും, ദുആക്കാമിയും പറയും, ഇടക്കിടക്ക് സന്ദർശിക്കാൻ പോകും. എൻ്റെ കടയിൽ കച്ചവടം കുറവാണ്, ഉസ്താദ് ദുആ ഇറക്കണം. എൻ്റെ കുട്ടിൻ്റെ കൊണക്കട് മാറണം, ഉസ്താദ് ദുആ ചെയ്യണം. ഗൾഫിലേക്ക് വിസ ശരിയാകണം, അതിന് വേണ്ടി ദുആ ചെയ്യണം. ഇങ്ങനെ ദുനിയാവിന് വേണ്ടി മാത്രം നല്ല നല്ല സ്വാലിഹ്യങ്ങളെയും ആരിഫീങ്ങളെയും സമീപിച്ച് ആഖിറം രക്ഷപ്പെടണം, എൻ്റെ പരലോക രക്ഷപ്പെടണം, എൻ്റെ മനസ്സ് ശുദ്ധിയാകണം. നിസ്കരിക്കുമ്പോൾ പല ജാതി ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അതിന്ന് എൻ്റെ മനസ്സൊന്ന് സംസ്കരിച്ച് കിട്ടണം. അതിനു വേണ്ടിയ വഴികൾ ഉസ്താദ് പറഞ്ഞു തരണം. ഇങ്ങനെ നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിൽ ആത്മാവ് സംസ്കരിക്കാൻ വേണ്ടി ഇത്തരം ആളുകളെ സമീപിക്കുന്ന എത്ര ആളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, തസവുഫ് കുറഞ്ഞുപോയി. നമ്മൾ എവിടെയെങ്കിലും കൂടി ദ്വാ സമ്മേളനം നടത്തിയിട്ട് വലിയുല്ലാഹി അൽ ആരിഫ് എന്നൊക്കെ പറഞ്ഞ് ദ്വാ സമ്മേളനം നടത്തിയാണ്ട് പിരിയുന്നല്ലാതെ ഈ പ്രകടന പരതകളങ്ങ് നിർത്തിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ ഇത്തരം വഴികളും നമ്മൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. പ്രിയപ്പെട്ട മോമിനിങ്ങൾ ആലോചിക്കണം.
എത്ര വലിയ അറിവുള്ള ആളുകളാണെങ്കിലും തസവുഫും സൂഫിസും ആത്മ സംസ്കരണവും കിട്ടിയ മഹാന്മാർ ഒരു ഇൽമുല്ലെങ്കിലും അവർക്ക് മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ലോക മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ അത്ര എല്ലാ വിഷയത്തിലും അറിവുള്ള ആളല്ലായിരുന്നു. ഷാഫി ഇമാമിൻ്റെ ആത്മീയ ഗുരു അത്ര വലിയ പണ്ഡിതനല്ലായിരുന്നു. പക്ഷെ അവർക്ക് ആത്മാവിനെ സംസ്കരിക്കുന്ന വഴികളും അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തിന്റെ ജ്ഞാനങ്ങളുമുണ്ട്. അവരെ കൊച്ചാക്കി കാണരുത്. നമ്മളെല്ലാവരും ഇന്ന് വെള്ളേ ചോദ്യ സൂറത്താണല്ലോ, എന്ത് അൽ കഹ്ഫ്. എന്താ അൽ കഹ്ഫിൽ? മൂസാ നബി നബിയാണ്, ഉരുൽ അസ്മാണ്. അള്ളാഹു തആല തന്നെ പറഞ്ഞെന്താ, വകാന ഇൻദല്ലാഹി വജീഹാ, അള്ളാഹുവിന്റെ പക്കൽ സമുന്നത മഹത്വമുള്ള മനുഷ്യനാണെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഉരുൽ അസ്മ് നബിയാണ്, റസൂലാണ്, തൗറാത്ത് കിട്ടി, ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ള ആള് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്തു. സത്യമാണ്, അത് മോശമൊന്നുമില്ല, അങ്ങനെ അദ്ദേഹം ധരിച്ചു. അള്ളാഹു പറഞ്ഞു, നിന്നേക്കാളും വലിയ അറിവുള്ള ആളുണ്ട്. എവിടെ? മജ്മുഅൽ ബഹ്റൈനില്ല, അവിടെ പോയി അന്വേഷിക്കണം. ആരാ? ഖിളിർ നബി. ഖിളിർ നബിയാണോ എന്ന് എൻ്റെ പണ്ഡിതന്മാർക്ക് സംശയ. ഒരു വലിയാണ്, നബിയല്ല, റസൂലല്ല. നബിയാണെന്ന് പറഞ്ഞ ആളുകൾ റസൂലാന്ന് പറഞ്ഞ റസൂലല്ല. ഒരു ഗ്രന്ഥം കിട്ടിയിട്ടില്ല, ഏട് കിട്ടിയിട്ടില്ല, ഉരുൽ അസ്മല്ല. പക്ഷെ മൂസാ നബിനോട് പറഞ്ഞു, അവിടെ ഖിളിർ നബിയുടെ അടുത്ത് ചെന്ന് പോയിട്ട് ഇൽമു പഠിക്കി. സുബ്ഹാനല്ലാഹ്. മൂസാ നബി ചെന്നു, സലാം അലൈക്കും. ഖിളിർ നബി പറഞ്ഞു, അന്നാ ബി അർളിക സലാം. എന്ത് സലാം? ആരാ ഇവിടെ സലാം പറയാൻ? അദ്ദേഹം വേറൊരു ലോകത്തായിരുന്നു. ഖിളിർ നബി അലൈഹി സ്വലാം ഖുർആൻ പറയാണ്, ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ, റഹ്മത്തൻ മിൻ ഇൻദിനാ, എൻ്റെ അടുത്ത് നിന്നുള്ള റഹ്മത്ത് ഞാൻ ഖിളിർ നബിക്ക് കൊടുത്തു. എന്താ ഇത്? മൂസാ നബിക്ക് കൊടുത്തില്ലേ? ശരീഅത്ത് വലിയ നേതാവാണ്, റസൂലാണ്, നബിയാണ്, ഒക്കെയാണ് മൂസാ നബി. പക്ഷെ ഒരു ആത്മീയ ജ്ഞാനമുള്ള ആധ്യാത്മിക മഹത്വമുള്ള ഖിളിർ നബി അങ്ങോട്ട് ചെല്ലാൻ പറയാണ് മൂസാ നബിയോട്. അങ്ങോട്ട് ചെന്നു. അള്ളാഹു പറയാണ്, മില്ലദുന്നാ ഇൽമാ, നമ്മളെ പക്കുന്ന ഒരു പ്രത്യേക അറിവ് കൊടുത്തിട്ടുണ്ട്. മിൻ ഇന്ദിന, നമ്മളെ പക്കന്ന് പ്രത്യേക റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്. റഹിംന, ഞാൻ റഹ്മത്ത് ചെയ്തു എന്നല്ല പറഞ്ഞത്, എൻ്റെ അടുത്തുള്ള പ്രത്യേക റഹ്മത്ത്. ആസിയ ബീവി പറയുണ്ടല്ലോ, പടച്ചോനെ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുത്ത്, ഇൻദക, നിന്റെ അടുത്തൊരു കൊട്ടാരം എനിക്ക് കൊണ്ടാ. സ്വർഗത്ത് കടന്നാൻ പോരാ, നിന്റെ അടുത്ത്, ഇൻദക. അള്ളാഹ് പറയാണ്, എൻ്റെ അടുത്ത് നിന്നുള്ള റഹ്മത്ത് ഞാൻ കൊടുത്തു. അവ പ്രത്യേക ഒരു മഹത്വം കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം മൂസാ നബിയോട് എന്താ പറഞ്ഞത് ഖിളിർ നബി? ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, നിന്റെ കൂടെ കൂടിയിട്ട് നിനക്ക് സഹിക്കാൻ പറ്റൂല, ഞാൻ പലതും ചെയ്യും, അതൊക്കെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്താ അറിയോ? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ, ഞാൻ ചെയ്യുന്നതിൻ്റെ ഉള്ളുകളിലും ഉള്ളടക്കൊന്നും നിനക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല, അറിയാത്തത് കൊണ്ടാണ്. മൂസാ നബി പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറാ, ഞാൻ ക്ഷമിച്ച് നിങ്ങളെ കൂടെ കൂടിയോളാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, നബിയാണ്, റസൂലാണ്, ഉരുൽ അസ്മാണ്, തൗറാത്ത് കിട്ടിയിട്ടുണ്ട്, അള്ളാഹിൻ്റെ അടുത്ത് വലിയ മഹത്വമുള്ളവൻ എന്ന് പ്രത്യേകം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ മൂസാ നബി പോലും ഒരു റസൂലല്ലാത്ത, ഉരുൽ അസ്മല്ലാത്തൊരു ഗ്രന്ഥം കിട്ടാത്ത ഖിളിർ നബിൻ്റെ അടുത്ത് ആധ്യാത്മിക ജ്ഞാനമുള്ളത് കൊണ്ട് അവിടെ ചെന്ന് ഇൽമു പഠിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യലോട്, ഞങ്ങൾ പറഞ്ഞൊക്കെ കേട്ടോളാം എന്നുള്ള നിലക്ക് വഴിപ്പെട്ട് കൂടുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു വഴിയുണ്ട്, ഈ ഒരു വഴി അംഗീകരിച്ചേ പറ്റൂ. സൂഫിയാക്കളുടെയും ആധ്യാത്മിക ജ്ഞാനം കിട്ടിയ മഹാന്മാരുണ്ട്. പ്രിയപ്പെട്ട അവരെ അംഗീകരിക്കുക, അവരെ സ്വീകരിക്കുക, അവരെ ഉൾക്കൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, അത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. സ്വർഗം 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 എന്ന് പറയും. നമ്മുടെ വിഷയം സൂഫിസം സ്വർഗത്തിലേക്കുള്ള നേരേഖ എന്നാ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു 1-2 വരി വിട്ടു വന്നു. എന്താ അറിയോ? കള്ള് ഷാപ്പല്ല, കള്ള് ഷാപ്പല്ല, വേഷത്തോപ്പല്ല, സ്വർഗം അല്ല എന്നോർക്കടോ. 2 വരിയാണ്. കള്ള് ഷാപ്പല്ല, വേഷത്തോപ്പല്ല, സ്വർഗം അല്ല എന്നോർക്കടോ. എടോ, കള്ള് കുടിക്കാനാണോ സ്വർഗത്തേക്ക് പോകുന്നത്? നല്ല നല്ല സുന്ദരികളായ ഹൂറിയും പെണ്ണുങ്ങളെ പിടിക്കാനാണോ സ്വർഗത്തിന് പോണത്? കള്ള് ഷാപ്പല്ലടോ സ്വർഗം, വേഷത്തോപ്പല്ലടോ സ്വർഗം. സ്വർഗം അല്ലാഹുവാൻ. നിന്റെ ശരീരത്തിന്റെ ഇച്ഛയാണ് കണ്ടുകുടിക്കണം, പെണ്ണ്, ലൈംഗിക സുഖം. ഈ ശരീരേച്ഛകൾക്ക് പിന്നാലെ പോകുന്നവർക്ക് ശരീരത്തിന്റെ താല്പര്യം കിട്ടുന്ന സ്വർഗമാണോ ആഗ്രഹം? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്ത് കടക്കുന്നവര് അധികവും മന്ദബുദ്ധികളാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാത്ത ഹദീസല്ലേ, നമ്മളൊന്നും ചിന്തിക്കണില്ല, തെറ്റിദ്ധരിച്ചു പോകരുത്. നബി തങ്ങൾ പറഞ്ഞതാണ്, സ്വർഗത്ത് കടക്കുന്നവരൊക്കെ മന്ദബുദ്ധികളാണ്. നിങ്ങൾ അർത്ഥം വെക്കുന്ന ആ ഒരു മന്ദബുദ്ധി എന്നുള്ള അർത്ഥം നിങ്ങൾ വെക്കരുത് കേട്ടോ.
ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ എനിക്ക് നിന്നോടുള്ള സ്നേഹവും അല്ലാഹുവേ നിന്നോടുള്ള സ്നേഹം എനിക്ക് കിട്ടിയപ്പോ നീ എനിക്ക് നൽകിയ സ്നേഹം അത് ഞാൻ ആസ്വദിച്ചപ്പോ സ്വർഗം എന്നുള്ളത് എനിക്കൊരു കൊതുകിന്റെ ചിറകിനോളം പോലും വിലമതിക്കുന്നില്ല എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അവർക്ക് സ്വർഗത്തിലെ കൊട്ടാരോ പെണ്ണും കള്ളോ അതൊന്നല്ല വിഷയം. പിന്നെ അവിടെ ചിന്തിക്കണം, അല്ലാഹുവിനെ അനുഭവിക്കുക. ഒരാൾ കല്യാണം കഴിച്ചാൽ ഭാര്യയുമായി ബന്ധപ്പെടും. എന്തിന്? സുഖം കിട്ടാൻ, ആനന്ദത്തിന്. ഫലം ആനന്ദാണ്, പ്രതിഫലം കുട്ടി. അപ്പോൾ ഒരു പ്രതിഫലം ഉണ്ടാകും, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകും. ഇതന്നെയാണ് സ്വർഗം. നിസ്കരിക്കണം, നോമ്പെടുക്കണോ ഒക്കെ എന്തിനാ? അള്ളാഹുവിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും ആ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, അതാണ് സ്വർഗം. ഭാര്യ ഭർത്തൃ ബന്ധം പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, ഫലം ആഗ്രഹിച്ചിട്ടാ. ഫലം ഈ ആനന്ദാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും. കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഈ ബന്ധം, സുഖം കിട്ടാനാ. അപ്പോൾ ഒരു കുട്ടി പ്രതിഫലമായി. ഇതുപോലെ ആസ്വാദനമാകണം ഇബാദത്തുകൾ, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അല്ലാഹു ഒരു പ്രതിഫലം കൊടുക്കും, സ്വർഗം. നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതിഫലത്തെയാണ്. അതല്ല മൊയ്തീച്ചേക്ക് ഉയർന്നത്, പടച്ചോനെ സ്വർഗമാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എനിക്ക് ഇബാദത്തിന് സ്വർഗമാണ് എൻ്റെ പൂതിയെങ്കിൽ, സ്വർഗം കൊതിച്ചിട്ടാണെങ്കിൽ സ്വർഗം വേണ്ട, നരകം പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നരകത്ത് കടത്തിക്കോ, സ്വർഗമല്ല എനിക്ക് വിഷയം, സ്വർഗമല്ല നരകമല്ല. അതൊക്കെ സൃഷ്ടിയല്ലേ? സ്വർഗം സൃഷ്ടിയാണ്, നരകം സൃഷ്ടിയാണ്. സൃഷ്ടി എനിക്ക് പേടിയൂല്ല, സൃഷ്ടിയുടെ കമ്പവുമില്ല. എനിക്ക് സൃഷ്ടാവായ നീ. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയവരാണ് അല്ലാഹുവിൻ്റെ മഹാന്മാർ, അല്ലാഹുവിൻ്റെ സൂഫിയാക്കൾ, പണ്ഡിതന്മാർ. നമുക്ക് എവിടെ പിഴച്ചത്? അല്ലാഹുവിനെ ഏറ്റവും ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ നിസ്കാരം സന്തോഷമാകും, ആസ്വാദനമാകും. അപ്പയാ നിസ്കരിക്കുമ്പോൾ കാലിൽ തറച്ചമ്പ് ഊരിയെടുക്കുമ്പം വേദനറിയൂല. ഏത് വലിയ തിരക്കാണെങ്കിലും അല്ലാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ ആസ്വാദനം കിട്ടും. നമ്മുടെ നിസ്കാരത്തിന് എന്ത് ആസ്വാദനമാണ് അറിയിക്കണം. എന്തിനാണ് ഈ തസ്റുഫ് ഉണ്ടാകാനാണ് നിസ്കാരം? നിസ്കാരം എന്ന് പറയുന്നത് ഇന്ന സ്വലാത്ത തന്നാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിനക്ക് ശരിയായ സംസ്കരണം കിട്ടാനാണ് നമസ്കാരം. അതിനാ നിസ്കാരം. ഈ തസ്റുഫ് ഉണ്ടാകാനാണ് നിസ്കാരം. നോമ്പ് എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാ, സംസ്കരണത്തിനാണ് നോമ്പ്. സക്കാത്തോ പാവപ്പെട്ടവരെ വിശപ്പടക്കാൻ. അതൊക്കെ നമുക്ക് പറയാം, അതൊക്കെ ഒരു വഴിയാണ്. എടോ നീ നിന്റെ പൈസ നിന്റെ നക്കാപ്പിച്ച കൊടുത്തില്ലെങ്കിലും പാവപ്പെട്ടവരൊന്നും പട്ടിണി കടന്ന് മരിച്ചൂല. അല്ലാഹു തആല വായ കീറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് ഭക്ഷണം കൊടുക്കും. ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ കന്നം കൊടുക്കുന്ന അല്ലാഹു. ഈ കരിമ്പാറകൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ കന്നം കൊടുക്കുന്ന അല്ലാഹു. ആർക്കും ഭക്ഷണം കൊടുക്കും. നിന്റെ സക്കാത്ത് കിട്ടിയില്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ തിന്നാൻ കിട്ടാതെ മരിക്കുന്ന പേടി നമുക്ക് വേണ്ട. അത് മാത്രമല്ല, പിന്നെ നിന്നെ സംസ്കരിക്കുകയാണിത്. പൈസനോടും മുതലിനോടുള്ള കമ്പം താല്പര്യം തീർത്ത് അതും സംസ്കരണമാണ്. ഹജ്ജും സംസ്കരണമാണ്, സക്കാത്തും സംസ്കരണമാണ്, നോമ്പും സംസ്കരണമാണ്. എന്നാൽ നമ്മുടെ ഈ ഇതുകൊണ്ടൊന്നും നമുക്കൊരു സംസ്കരണം കിട്ടണമില്ല. അവിടെ ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട മോമിനിയങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ എന്താ നമസ്കാരത്തിൻ്റെ കാമ്പയെന്നും മർമ്മവും പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, തസവുഫിൻ്റെ ആലിമീങ്ങൾ, അവരടുത്ത് പോയി ഇൽമു പഠിക്കണം. അപ്പോൾ ദുന്യാവൊന്നുമല്ല എന്നും ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ലയിക്കുകയും ആത്മാവ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യും. എന്നാൽ അവരടുത്തേക്ക് പോകണമില്ല, അവരോട് ബന്ധവുമില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടാ? വഖാലിതി സുലഹ നിൽതസ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വജൂഹിൽ അർളി യഖ്മാറൂ. സ്വാലിഹീങ്ങളോട് നീ സഹവസിക്കണം കേട്ടോ. അവരോട് സഹവസിച്ചാൽ നിനക്കൊരുപാട് നന്മകൾ കിട്ടുന്നതാണ്. ലിഅന്നഹും, തീർച്ചയായും അവര് ഭൂമിയിലുള്ള ചന്ദ്രനാണ്, ഭൂമിയിലുള്ള പ്രകാശങ്ങളാണ്. മഉൽ കനീഫി ഇദാ മസാല മുഖ്തലിത്വാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു വഖദാറൂ. തണ്ടാസിലെ കക്കൂസിലെ വെള്ളം മലിനമാ, അഴുക്കുചാലിലെ വെള്ളം മലിനമാണ്. ഈ വെള്ളം ഒഴുകി 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 അങ്ങ് പുഴയിലേക്ക് ചെന്നാൽ, കടലിലേക്ക് ചെന്നാൽ ഏത് മലിന വെള്ളവും സംശുദ്ധമാകുന്ന പോലെ സ്വാലിഹീങ്ങളോട് നീ ചേർന്നാൽ, മുത്തഖീങ്ങളോട് നീ സഹവസിച്ചാൽ നിന്റെ ദോഷങ്ങളും നിന്റെ കറകളും അവർ കാരണം വൃത്തിയാക്കപ്പെടും, നീയും ശുദ്ധമാകുമെന്ന് പറയുമ്പോൾ ഈ സ്വാലിഹീങ്ങളോടുള്ള സഹവാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഹദീസ് ഞാൻ പറയാ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയാം,
നാളെ മഹ്ശറയ്ക്ക് ഒരു പാപ മനുഷ്യൻ വരും, അബ്ദുൻ മുഫ്ലിസുൻ മിനൽ അഅമാൽ, ഒരു അമലുമില്ല, നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ കുറവാണ്, ഒരു അമലുമില്ലാത്ത പാപ്പർ സൂട്ട് ഫക്കീറായ മനുഷ്യൻ, പൈസ കൊണ്ട് നല്ല ഒരു അമലില്ലാത്ത മനുഷ്യൻ നാളെ പടച്ച തമ്പുരാൻ മുമ്പിൽ വരും. നിരാശനാണ്. പടച്ചോനെ എനിക്ക് നിസ്കാരമില്ലല്ലോ, നോമ്പില്ലല്ലോ, അമലില്ലല്ലോ, ഞാൻ പരാജയപ്പെടുമല്ലോ, എനിക്ക് നരകം കിട്ടുമല്ലോ. ഇന്ന പേടിയായിട്ടൊരു പാവ മനുഷ്യൻ വരും, അയാൾക്ക് ഒരു അമലുമില്ല. അപ്പൊ അല്ലാഹ് പറയും, യാ അബ്ദി, എൻ്റെ അടിമ, പടച്ചോൻ എനിക്ക് ഒരു അമലുമില്ല, അയാൾ പേടിക്കണം. അല്ലാഹ് ചോദിക്കും, ഹൽ തഅരിഫു ദാലികൽ ആരിഫ് അല്ലദീ കാന ഫിൽ മഹല്ലിൽ ഫുലാനി, ഇന്നാലിന്റെ നാട്ടിലൊരു വലിയുണ്ടായിരുന്നല്ലോ, ഇന്നാലിന്റെ നാട്ടിൽ ഒരു ആരിഫ് ഉണ്ടായിരുന്നല്ലോ, ഒരു സൂഫി ഉണ്ടായിരുന്നല്ലോ, നീ അറിയുമോ അയാളെ? നീ അയാളെ അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇയാൾ പറയും, ഫയഖൂൽ ആരിഫ്, എനിക്കറിയാം പടച്ചോനെ, അയാൾ എനിക്കറിയാം, പരിചയമുണ്ട്. അപ്പൊ അല്ലാഹ് പറയും, ഗഫർതു ലക ബിഹി, ആ മഹാനെ കണ്ടതുകൊണ്ടും ആ മഹാനെ അറിഞ്ഞതുകൊണ്ടും നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വാലിഹീങ്ങളുടെ സ്ഥാനം മാനും കദർ അറിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ അവർക്ക് സേവനം ചെയ്താലോ? അതിൻ്റെ അർത്ഥം എന്ത് തെറ്റും ചെയ്തിട്ട് സ്വാലിഹീങ്ങളെ പോയി പരിചയപ്പെട്ടാലും ബന്ധപ്പെട്ടാൽ രക്ഷപ്പെടുമെന്നല്ലോ. രക്ഷപ്പെടും. ഒരിക്കൽ നബി തങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിച്ചില്ലേ, നബിയെ, ഒരാൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവരത്ര അമലും ഒന്നുമില്ല. ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും ഇഷ്ടപ്പെടുന്നുണ്ട്, അവരത്ര അമലൊന്നുമില്ല, എന്നാൽ എന്താ കിട്ടുക? അപ്പൊ നബിതങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളെ ചിന്ത പ്രകാരം മറുപടി പറയേണ്ടത് എന്താ? എടോ, സ്വാലിഹീങ്ങളെ കുറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല, അമല് വേണം എന്നല്ലേ നബിതങ്ങൾ പറഞ്ഞ? അങ്ങനല്ല. അൽ മർഉ മഅ മൻ അഹബ്ബ, അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥ സ്നേഹം അവരോടുണ്ടായി കഴിഞ്ഞാൽ അവരെ കൂടെ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ സ്നേഹം അതുകൊണ്ട് രക്ഷപ്പെടും. ഒരു അവസാനം അല്ലാഹു തആല സ്വാലിഹീങ്ങളെ ആരിഫീങ്ങളോട് അല്ലാഹ് പറയും, തരോ ഇഷ്ഫമൻ തഅരിഫ്, എനിക്ക് ആരൊക്കെ പരിചയമുണ്ട് അവരൊക്കെ ഉണ്ട് ഷഫാത്ത് ഇത് സ്വർഗത്ത് കൊണ്ടുപോയിക്കോന്ന്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും സ്വർഗത്ത് കടന്നാൻ പറ്റുന്ന താല്പര്യക്കാരല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എത്ര പേരും പ്രശസ്തിയും സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിൽക്കാത്ത മുത്തഖീങ്ങളെ ആലിമീങ്ങളുണ്ടെന്നറിയോ? അവർ പേജിൽ ഷെയ്ഖുന വലിയുള്ള എന്നുള്ള പേരിൽ വരൂല. നല്ല നിസ്കാറും തഖ്വയും ഖുർആനും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന പഴയ കാലത്തൊക്കെ ദർസ് നടത്തിയ ആലിമീങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ ഒന്ന് ചെന്ന് സലാം പറഞ്ഞ് ദ്വാരിപ്പിച്ചോലുണ്ട്. കാരണം നാളെ പരലോകത്ത് അല്ലാഹു തആല സ്വാലിഹീങ്ങളെ ഔലിയാക്കളോട് പറയും, നിനക്ക് ആരൊക്കെ പരിചയമുണ്ട് അവരൊക്കെ ഉണ്ട് സ്വർഗത്തിൽ കൊണ്ടേക്കോന്ന്. ആ ഒരു പരിചയം കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ മടിക്കുന്നത്? അവരൊക്കെ മരിച്ചു പോകും. ഒരു സ്വാലിഹിനി നമ്മൾ ബന്ധപ്പെടാതിരിക്കാൻ പാടില്ല. സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം വലിയ പ്രാധാന്യമാണ്. ഈ റജബിലാണല്ലോ ഇസ്രാ മിറാജ്. ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലയോ ഇസ്രാ മിറാജിനെ കുറിച്ച്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. നബി തങ്ങൾ ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മക്കയിൽ നിന്ന് തന്നെ നേരിട്ട് അല്ലാഹു ആകാശത്തേക്ക് കൊണ്ടുപോയി കൂടായിരുന്നോ? മക്കത്ത് നിന്ന് നേരെ കൊണ്ടുപോകാതെ മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ട് വാ. അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ നൂറുകണക്കിന് അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഖ്ബറകൾ അവിടെയുണ്ട്. ബറക്നാ ഹൗല, അതിനു ചുറ്റും ഞാൻ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരായ അമ്പിയാക്കന്മാരെ ഖബറുകൾ അവിടെ ഉണ്ട്. സിയാറത്ത് ചെയ്തിട്ട് വാ. ഗൾഫ് പോവുകയാണെങ്കിലും വിദേശ യാത്ര എടുത്താണെങ്കിലും മഹാന്മാരത്ത് പോയി സിയാറത്ത് ചെയ്ത് മമ്പറത്തൊക്കെ പോയി സിയാറത്ത് ചെയ്തിട്ട് പോവുക. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആകാശത്തേക്ക് പോവാണ്, വലിയ യാത്രയാണ്. ഒന്ന് അവിടെ പോയി ബൈത്തുൽ മുഖദ്ദസ് പോയി സിയാറത്ത് ചെയ്തിട്ട് യാത്ര തുടങ്ങാം. മഹാന്മാരായിട്ടുള്ള സഹവാസം, ബന്ധം. നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ കേട്ട കഥയാണല്ലോ, 99 ആളെ കൊന്നില്ലേ ഒരാൾ. 99 ആളെ കൊന്ന് ഒരു മൂല്യാരത്ത് ചെന്ന് ചോദിച്ചു, എനിക്ക് തൗബുണ്ടോ? ആ പണ്ഡിതൻ പറഞ്ഞു, 99 ആളെ കൊന്നോ, എനിക്ക് തൗബല്ല. എന്നാൽ പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ ബാക്കിയാണ്? അയാളെയും കൊന്നു, 100 ആളെയും കൊന്നു. എന്നിട്ട് വേറെ ആലിമിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ 100 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബുണ്ടോ? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, അള്ളാഹു എല്ലാം പുറത്തരൂലേ, തൗബുണ്ട്, അള്ളൊക്കെ മാപ്പാക്കി തരും. നിങ്ങളൊരു കാര്യം ചെയ്യ്, തൗബ ചെയ്തിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മോശം ആളുകളാണ്, ഇനി അവിടെ താമസിക്കണ്ട. തൗബ ചെയ്തിട്ട് നല്ല ആളുകൾ താമസിക്കുന്ന മറ്റേ നാടുണ്ടല്ലോ, സ്വാലിഹീങ്ങളുടെ നാട്, അങ്ങോട്ട് പോയിക്കോലുണ്ട് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ 100 ആളെ കൊന്ന മനുഷ്യൻ തൗബ ചെയ്ത്
അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് മാറി താമസം മാറ്റി സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ ഇറങ്ങി റൂഹ് പിടിച്ചു, മരിച്ചു. അപ്പോഴാണ് റൂഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട മലക്കുകളും വന്നു, നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ട മലക്കുകളും വന്നു. ഈ മനുഷ്യന്റെ റൂഹിന് വേണ്ടി പിടിവലി കൂടുകയാണ്. സ്വർഗത്തിലെ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം, ഇവൻ തൗബ ചെയ്തല്ലോ, സ്വർഗത്ത് കൊണ്ടുപോകാൻ. അപ്പം നരകത്തിലെ മലക്കുകൾ പറഞ്ഞു, ഒരു നന്മ ചെയ്തിട്ടില്ല, 100 ആളെ കൊന്ന ഇവൻ, ഞങ്ങൾക്ക് നരകത്തേക്കാ വേണ്ടെന്ന് പറഞ്ഞ് തർക്കിച്ചു. അപ്പോഴാണ് അല്ലാഹു മറ്റൊരു മലക്കിനെ വിധി കൽപ്പിക്കാൻ, പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞേക്കുന്നത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ മറ്റോ ഒരു മലക്കോട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ മനുഷ്യനെ സ്വർഗത്തുക്കോ നരകത്തുക്കോ പിടിവലി കൂടാൻ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇയാൾ സ്വാലിഹീങ്ങളുള്ള നാട്ടിലേക്കാണ് പോകുന്നത്, തെറ്റ് ചെയ്ത ദോഷികളുള്ള നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇയാളെ മയ്യത്ത് എവിടെയാണോ ആ സ്ഥലത്ത് നിന്ന് 2 നാട്ടിലേക്കും നിങ്ങൾ അളക്കണേ. സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്കാണോ ഇയാളെ മയ്യത്ത് അടുത്തത് എങ്കിൽ സ്വർഗത്ത് കൊണ്ടുപോകണം. അതല്ല ദുഷിച്ച മോശപ്പെട്ട ആളുകളുള്ള നാട്ടിലേക്കാണോ ഇയാൾ അടുത്തത് എങ്കിൽ നരകത്ത് കൊണ്ടുപോകണം. മലക്കുകൾ അളന്നു നോക്കുമ്പോ സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്കല്ല ഇയാൾ യാത്ര പോകുന്നത്, സ്വാലിഹീങ്ങളുടെ നാടുമായി ഒരു ചാൺ അടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിധി വന്നു, നിങ്ങൾ ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകണം. 1 കിലോമീറ്റർ അല്ല, 1 മീറ്റർ അല്ല, 1 മുഴമല്ല, ഒരു ചാൺ സ്വാലിഹീങ്ങളുടെ നാട്ടിലേക്ക് അടുപ്പമുണ്ടാകുമ്പോഴേക്ക് അള്ളാഹു പറയുന്നത് ഇവനെ സ്വർഗത്ത് കൊണ്ടുപോകണമെന്നാണ്. ഇതാണ് മുജാവറത്തു സ്വാലീൻ, സ്വാലിഹീങ്ങളുടെ സഹവാസത് സ്വർഗത്ത് കണ്ടുപോയി. സഹീഹുൽ ബുഖാരി മുസ്ലിമുക്കുള്ള ഹദീഥല്ലേ. അതുകൊണ്ട് ഈ ഒരു പാഠം നമുക്കുണ്ടാകണം. എൻ്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വഫാത്തായി അവിടുത്തെ പൂമേനി ആയിഷാ ബീവിൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. പിന്നെ സിദ്ദീഖ് എന്നോരും ആയിഷാ ബീവിയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും വഫാത്തായ മഹാനവറുകളുടെ ജനാസയും ആയിഷാ ബീവിൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. പിന്നെയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അദ്ദേഹത്തിന് രോഗം വന്നു, മരിക്കാനാകുമ്പോൾ പൊന്നുമകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചു പറയുകയാണ്, മോനെ ഞാൻ മരിക്കാൻ പോകാണ്, എനിക്ക് വലിയ താല്പര്യമുണ്ട്, എൻ്റെ ജനാസയും എൻ്റെ ശരീരവും എൻ്റെ മയ്യത്തും പൊന്നാര നബി തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ജനാസകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നബി തങ്ങളുടെയും സിദ്ദീഖ് എന്നോരെയും ചാരത്ത് ആയിഷാ ബീവിൻ്റെ വീട്ടിലെണ്ണ എന്നെയും കടത്തണം, എനിക്കും കടക്കണമെന്ന പൂതിയുണ്ട്. അത് ആയിഷാ ബീവിൻ്റെ വീടാണല്ലോ. അതുകൊണ്ട് മോനെ വേഗം ചെന്നിട്ട് ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കണം, ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കണം. ഉമർ എന്നവർ നിനക്ക് സലാം പറഞ്ഞു എന്നെൻ്റെ സലാമും പറയണം. പോയി ചോദിച്ചു നോക്ക്, എൻ്റെ മയ്യത്ത് അവിടെ വരണം, പോയി ചോദിക്ക്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ചെന്നും ആയിഷാ ബീവിയോട് പറഞ്ഞു, ഉമ്മ ഇന്നെൻ്റെ വാപ്പ വിട്ടതാണ്, വാപ്പാക്കൊരു മോഹമുണ്ട്, ഇവിടെ കിടക്കണം, നിങ്ങളെ വീട്ടിൽ കിടക്കണം, സിദ്ദീഖ് എന്നൊരു നബിതങ്ങളുടെ അടുത്ത് കിടക്കണം. അപ്പം ആയിഷാ ബീവി പറഞ്ഞു, അതെങ്ങനെ? അവിടെ എനിക്ക് വേണ്ടി ഞാൻ കരുതി വച്ച സ്ഥലമാ, അവർക്ക് ചാരക്കടക്കാൻ എനിക്ക് വലിയ മോഹമുണ്ട്, അത് എനിക്ക് വേണ്ടി ഞാൻ മനസ്സിൽ കരുതി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഉമർ എന്നവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ തട്ടുക? എൻ്റെ സ്ഥലം ഞാൻ ഉമർ എന്നവർക്ക് നൽകിയിരിക്കുന്നു, ഞാൻ സമ്മതം തന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീന ആയിഷ. എന്നിട്ട് ഫത്ഹുൽ ബാരി പറയണ ഇബ്നു ഹജർ തങ്ങൾ, സ്വാലിഹീങ്ങൾ മരിച്ചെടുക്കുന്നിടത്താണെങ്കിലും സ്വാലിഹീങ്ങളുള്ള സഹവാസത്തിൻ്റെ ഒക്കെ വലിയ മഹത്വമാണ് ഇത് കാണിക്കണത്. എന്തിനാ മരിക്കാൻ നേരത്തെ അവിടെ തന്നെ ഖബറ് വരണമെന്ന് ആഗ്രഹിക്കണത്? ആയിഷാ ബീവി അത് എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ മയ്യത്ത് അവിടെ വെക്കണം, എൻ്റെ പൂതിയാണ് എന്ന് പറഞ്ഞ എന്തിനാ? ഈ സഹവാസം അതിന് വലിയ മഹത്വം, വലിയ സ്ഥാനമുണ്ട്. അതിന് സാധാരണ ഒരു ആലിമീങ്ങിനോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കണം, ആലിമീങ്ങളോടൊക്കെ ബന്ധമുള്ളവരാണല്ലോ നിങ്ങൾ. ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, മൻസാർ ആലിമ, ആരെങ്കിലും ഒരു പണ്ഡിതനെ സന്ദർശിച്ചാൽ ഫകഅന്നമാ സാറനി, അവൻ എന്നെ സന്ദർശിച്ച പോലെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ആലിമിനെ കണ്ടാൽ ഒന്ന് കൈ കൊടുത്തിട്ട് സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്താൽ, ഒരു ആലിമിന് നിങ്ങൾ കൈ കൊടുത്ത് മുസാഫത്ത് ചെയ്താൽ ഫകഅന്നമാ സ്വാഫഹനി, അവൻ എനിക്ക് കൈ തന്ന പോലെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ആലിമിൻ്റെ അടുത്ത് പോയി അല്പം ഇരുന്നാലോ, വമൻജാല സാലിമ, ഒരു ആലിമിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ ഫകഅന്നമാ ജാലസനി, എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന പോലെയാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ.
എന്നിട്ട് നബി തങ്ങൾ പറയാ ഓ മഞ്ചാലസനി, എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ദുനിയാവിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിരുന്നാൽ അദ്ലസഹുല്ലാഹു മഅ യൗമൽ ഖിയാമത്തി ഫിൽ ജന്ന, എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലും അവൻ അല്ലാഹ് ഇരുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അപ്പോൾ നബി തങ്ങൾ പറയുന്നത് എന്താ? ഒരു മതപണ്ഡിതനെ ബഹുമാനിച്ച് ഒരു ആലിമിൻ്റെ അടുത്ത് പോയി ഒന്ന് ഇരുന്നാൽ ആലിമീങ്ങളെ കണ്ടാൽ മെയിൻറ്റ് ചെയ്യാതെ തിരിഞ്ഞു പോകലല്ല, അവരെ ബഹുമാനിക്കാതിരിക്കലല്ല, അവരടുത്ത് പോയി ഫിത്തിനും ഫസാദും മറ്റുള്ളവരെ തെറി പറയാനല്ല, നല്ലക്ക് പോയി ബർക്കത്തെടുക്കാൻ വേണ്ടി ആലിമീങ്ങളടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും നബി തങ്ങൾ പറയുകയാണ്. കഴിഞ്ഞില്ല, ആരെങ്കിലും ഒരു ആലിമിനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ സാറ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ച പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻസാറ ബൈത്തുൽ മുഖദ്ദസ്, ആരെങ്കിലും ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അഅതാഹുല്ലാഹു സവാബ അൽഫി ഷഹീദിൻ, 1000 ഷഹീദിന്റെ കൂലി അവന് അല്ലാഹു കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. വഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരം നരകത്തിനെ തൊട്ട് അല്ലാഹു തടഞ്ഞു വെക്കും ചെയ്യും. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള പണ്ഡിതനെ ഒന്ന് ചെന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ 1000 ഷഹീദിന്റെ കൂലി അവനുണ്ട് എന്നും അവന്റെ ശരീരം നരകത്തിനെ തൊട്ട് ഹറാമാണ് എന്നും ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളായ മശായിഖന്മാരെ കൊണ്ടാകുമ്പോൾ എന്ത് സംശയം? അവരായിട്ട് കാണുക, അവരായിട്ട് സഹവസിക്കുക. നമ്മുടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒക്കെ പണ്ഡിതന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരിക്കൽ ആയിഷ ബീവി നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയ്യു ജുലസായിനാ ഖൈർ, ആരടുത്ത് പോയിട്ടാ നബിയെ ഞങ്ങൾ ഇരിക്കേണ്ടത്? ആരുടെ കൂടെയാണ് ഇരിക്കേണ്ടത്? ആരടുത്ത് ചെന്നിരിക്കാനാണ് ഏറ്റവും ഖൈർ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മൻ ദക്കറകുമുല്ലാഹ റുയതുഹു, ആരെ കണ്ടാലാണോ അല്ലാഹുവിനെ ഓർമ്മ വരിക അവരടുത്ത് പോയി ചെന്നിരുന്നോ എന്ന് മുഹമ്മദ് മുസ്തഫ. അത്തിപ്പെട്ട ഉസ്താദിനെ പോലെ എപ്പോഴും സുന്നത്ത് മുഴുവനും പകർത്തുക ജീവിതത്തിൽ. തുണി ഞെരിയാണിക്ക് മുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടമായി കഴിക്കുക. ഏത് സുന്നത്തും ജീവിതത്തിൽ പകർത്തുക. അതാണ് ത്വരീഖത്ത്. റിസാലത്തുൽ ഖുശൈരിയ ത്വരീഖത്തിലെ പ്രഥമ ഗ്രന്ഥം. അതിൽ പറയുന്നുണ്ട്, തതബ്ബു അഫ്ആലിൻ നബി, നബി തങ്ങൾ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും അന്വേഷിച്ച് നബി തങ്ങളെ മുഴുവൻ സുന്നത്തും പകർത്തുന്ന ശൈലി, ഇതാണ് ത്വരീഖത്ത്. എന്നാലോ ഇന്ന് പല ത്വരീഖത്തിൻ്റെയും ഹൽക്കകളിലും പല ത്വരീഖത്ത് സമ്മേളനം നടക്കുമ്പോഴും അവിടെ എല്ലാവരും ദിക്റും സ്വലാത്തും കഴിഞ്ഞിട്ട് അവർ വലിയ വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ട് ബിരിയാണി നിന്ന് കടന്നുറങ്ങാൻ സുബഹി വരെ നിസ്കരിച്ചിട്ടുണ്ടാകൂല. പലരും എഴുന്നേറ്റ് പോകും. നമ്മൾ കാണാൻ എല്ലാ ത്വരീഖത്തിനെ കുറിച്ചല്ലട്ടോ പറയണത്. അവിടെ അത്തിപ്പെട്ട ഉസ്താദിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പലപ്പോഴും കള്ളത്തൊരീക്കത്തുകാരൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ആക്ഷേപിക്കും, നിങ്ങൾക്ക് എവിടെയോ ത്വരീക്കത്ത്, നിങ്ങൾക്ക് എവിടെ മശായിഖന്മാരായിട്ട് ബന്ധം? ചാവക്കാട് ഇബത്തുല്ലാ തങ്ങൾ ഒരിക്കലും സമസ്തയുടെ ഉലമാക്കൾ എതിർത്തവരല്ലല്ലോ. ബഹുമാനപ്പെട്ട അയിലക്കാട് സിറാജുദ്ദീൻ ഖാദിരി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ആത്മീയ ഗുരുവായിരുന്നു. ബഹുമാനപ്പെട്ട അയിലക്കാട് മഹാനവറുകൾ എതിർത്തിട്ടില്ലല്ലോ. കക്കിടിപ്പുറം ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഹസ്രത്ത് എതിർത്തിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഞണ്ടാടി അബൂബക്കർ ഷെയ്ഖ് കോയക്കൊട്ടി ഉസ്താദിന്റെ ഷെയ്ഖായിരുന്നു. കണ്ണൂർ ജില്ലയിലാണ്. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല, ഇത്തരത്തിലുള്ള ആത്മീയ ഗുരുക്കളുമായി പണ്ഡിതന്മാരുമായി ബന്ധമുള്ളവരായി നമ്മുടെ മുൻഗാമികൾ മുഴുവനും. നമുക്ക് ഇവിടെ ബന്ധം കള്ളന്മാരുണ്ട് വെച്ചിട്ട് സ്വാലിഹികളോട് ബന്ധം വേണ്ടെന്നാണോ? ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ അവരെ സിയാർത്തിങ്ങിനും ചെയ്യണ്ടേ? നമ്മുടെ പഴയ കാലം മുതലൊക്കെ നമ്മുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചെന്താ? ഒരു ഫാത്തി ഓതിയാൽ മരിച്ചുപോയവർക്കൊക്കെ ഹദിയ ചെയ്യും. വൈലാ ഹദ്റത്തി ഇല്ലേ, ഇലാ ഹദ്റത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, പിന്നെ റിഫാൻ ഷെയ്ഖിന്, പിന്നെ അജ്മീർ ഖാജക്ക്, പിന്നെ മമ്പുറം തങ്ങൾക്ക്, ഇങ്ങനെ എല്ലാവർക്കും ഹദിയ ചെയ്ത് അവരെയൊക്കെ കുരുത്തും പൊരുത്തും വാങ്ങി അവർക്കൊരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്ത് അങ്ങനെ മശായിഖന്മാരെ മുൻനിർത്തി. അതാണ് യഥാർത്ഥമായ ഇസ്തിശ്ഫാ. നിസ്കരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്നല്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും നഅ്ബുദു, ഞങ്ങൾ, ഞാൻ ഒറ്റക്കല്ലോ, എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂട്ടിപ്പിടിച്ചാണ് ആ സഹവാസം. വയ്യാക നസ്തഈൻ, ഞങ്ങൾ, ഈ സഹവാസം അത് വലിയൊരു വിജയത്തിൻ്റെ മാനദണ്ഡ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ആരെ കണ്ടാൽ അള്ളാഹ് ഓർമ്മയുണ്ടോ? ഇന്ന് ചില ശൈഖന്മാരാണ് അറിയുന്ന ആളുകൾ അവരെ വണ്ടിയും
അവരെ വീടും അവരെ സംസ്കാരവും അവരെ കച്ചവടം അവരെ ബിസിനസ് അള്ളാഹിനെ കുറിച്ച് ലെവലേശം ചിന്ത വരൂ. അവരോട് വർത്തമാനം പറഞ്ഞാൽ അവരാണോ സൂഫിയകൾ, അവരാണോ തസവ്വുഫിന്റെ അഹ്ലുകാരല്ല. അവരെ കാണുമ്പോൾ തന്നെ അള്ളാഹിനെ ഓർമ്മ വരണം. വസാദ ഫി ഇൽമികും മന്തിഖുഹു, അവരോട് വർത്തമാനം പറഞ്ഞാൽ ഇൽമ അധികരിച്ചു കിട്ടും, നല്ല നല്ല അറിവുകൾ നൽകും. എന്നാൽ തെറിയും ഫിത്നയും ഫസാദും കുറ്റം പറയണം മശായിഖന്മാർ ശൈഖന്മാര്, അവരുടെ അടുത്താണോ ചിന്തിരിക്കേണ്ടത്? അല്ല. വദക്കറകും ഫിൽ ആഖിറതി അമലു, അവരെ അമല് കണ്ടാൽ ആഖിറത്ത് ഓർമ്മ വരും. അങ്ങനത്തെവരോട് കൂടെയാണ് ചെന്നിരിക്കേണ്ടത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തീരെ സുഖല്ലെങ്കിലും അങ്ങനെ നിസ്കരിക്കും, അങ്ങനെ ദിക്റും ഔറാദും. ഇങ്ങനത്തെ ഒരു പഴയ മശായിഖന്മാരില്ലേ, ആ മഖ്ദൂമി പാരമ്പര്യത്തിലുള്ള പൊന്നാനി പണ്ഡിതന്മാരെ ആ വഴി സ്വീകരിച്ചു വന്ന അവരെ വഴി സ്വീകരിക്കുക. കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ സന്ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഹുദവി പട്ടിക്കാട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നമ്മളെക്കുറിച്ചൊക്കെ ഇവിടെ പല തെരീക്കത്താരും പറയുണ്ടല്ലോ, നമുക്കൊന്നും തെരീക്കത്തില്ല, തസവുഫില്ല, മശായിഖന്മാരൊരു ബന്ധമില്ല. അപ്പോൾ ഉസ്താദ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ആര് പറഞ്ഞു? നിങ്ങൾക്കില്ല, നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാർക്കില്ല, ഞങ്ങൾക്കൊക്കെ മശായിഖന്മാരായിട്ടും ആരിഫീങ്ങളായിട്ടും ആരിമീങ്ങളായിട്ട് ബന്ധമല്ലോരാ. നമ്മളൊക്കെ പണ്ട് ഹിയാഉലുമിദ്ദീൻ അതുക്കിയൊക്കെ കഴിഞ്ഞിട്ടാ വേറെ കിതാബ് തുടങ്ങുക, പിന്നെ അതുക്കിയൊക്കെ കഴിഞ്ഞിട്ടാ ആ ബന്ധത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എൻ്റെ സദസ്യർക്ക് മുമ്പിൽ, ശബ്ദം ശ്രവിക്കുന്നവർക്ക് മുമ്പിൽ എന്നോട് പറയുന്നു, സ്വാലിഹീങ്ങളാ മശായിഖന്മാരെ സ്നേഹിക്കുക, അവരെ അന്വേഷിക്കുക. സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് ചോദിക്കുക, ഒരു ബർക്കത്ത് തീർക്കാൻ പറ്റിയ ഇജാസത്ത് വാങ്ങാൻ പറ്റിയ ഷെയ്ഖാരാ, അല്ലെങ്കിൽ മുറബ്ബിയ മശായിഖന്മാർ ഇല്ല എന്നാരും പറയുന്നില്ലല്ലോ അല്ലേ? നിങ്ങൾ ചിന്തിക്കണം, അന്വേഷിക്കുക. നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തി അധിക്ഷേപിക്കുകയല്ല വേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച വഴികളൊക്കെ നമ്മൾ അംഗീകരിക്കണം, അതൊക്കെയുണ്ട്. നിങ്ങൾക്കറിയാമോ തഫ്സീറുർ റാസി ലോക പ്രസിദ്ധ തഫ്സീറാണല്ലോ. അവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു, വഹദാ യദുല്ലു അലാ അന്നൽ മുരീദ ലാ സബീല ലഹു ഇലൽ വസൂലി ഇലാ മഖാമാത്തിൽ ഹിദായത്തി വൽ മുകാശഫ, ഉന്നതമായ സന്മാർഗത്തിൻ്റെയും മുകാശഫത്തിൻ്റെയൊക്കെ ഉന്നത മേഖലകളിലേക്ക് എത്താൻ ആത്മീയ ഗുരു വേണം. ഇല്ല ഇദക്ക് തദാബി ശൈഖിൻ യഹ്ദീഹി ഇലാ സവാഇ സബീൽ, നേർവഴിയിലേക്ക് വന്ന നടത്താനും കൊണ്ടുപോകാനും ഒരാധ്യാത്മിക ഗുരു, ഒരാത്മീയ ഗുരു, ഒരു യഥാർത്ഥ ശൈഖ് അവനക്ക് വേണം. അത് അത്യാവശ്യമാണെന്ന് ഇമാം റാസിയാണ് ഫാത്തിഹയുടെ വിശദീകരണത്തിൽ പറയുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ലോകം ആദരിക്കുന്ന പണ്ഡിതനല്ലേ, ആയിരക്കണക്കിന് കിതാബ് എഴുതിയ മഹാനല്ലേ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് പിന്നെ അദ്ദേഹം തസവുഫിന്റെ മേഖലകളിലേക്ക് തിരിയുകയാണ്. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒന്ന് പ്രായോഗവൽക്കരിക്കണം, സ്വാലിഹീങ്ങളുമായി സഹവസിക്കണം. അങ്ങനെ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു. ആളുകൾ പറയാൻ തുടങ്ങി, ആ ഗസ്സാലി ഇമാമിന് എന്തോ രോഗം വന്നിട്ടുണ്ട് എന്ന്. ചികിത്സകാരികൾ വന്നു, അദ്ദേഹത്തെ ചികിത്സിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു അസുഖം ശരീരത്തിനുള്ള മാനസിക രോഗമാണ്. ഗസ്സാലി ഇമാം ആത്മകഥ എഴുതിയിട്ടുണ്ടല്ലോ, അൽ മുൻഖിദു മിനൽ ളലാൽ. ബഹുമാനപ്പെട്ടവരെ ഗസ്സാലി ഇമാം പറയുന്നുണ്ട്, എനിക്ക് മാനസിക രോഗമല്ല, ഞാൻ തസവുഫിന്റെ ചിന്തകളിലായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് നാട് വിട്ട് പോകാൻ ആരും സമ്മതിക്കുമില്ല. അങ്ങനെ ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞ ഷാമിലേക്ക് പോയി ആത്മീയ വഴിയിലേക്ക് പ്രവേശിച്ചു. ഇമാം ഗസ്സാലി പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, വെറും ശരീഅത്തിന്റെ ഫിഖ്ഹുകളും ശരീഅത്തിന്റെ അറിവുകൾ മാത്രം പഠിച്ചവരെക്കാൾ ഉന്നതരാണ് ത്വരീഖത്തിന്റെയും മശായിഖന്മാർ. ശരീഅത്തും ത്വരീഖത്തും ഒക്കെയുള്ള ഹഖീഖത്തിന്റെ പണ്ഡിതന്മാരാണ് ഏറ്റവും അത്യുന്നതരെന്ന് ഗസ്സാലി ഇമാം പറയുന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ വഴികൾ പരിചയപ്പെടാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. ഗസ്സാലി ഇമാം പറയുന്നുണ്ട്, അദ്ദുഖൂലു അലാ സൂഫിയത്തി, സൂഫിയാക്കളെ കൂടെ പ്രവേശിക്കലും അവരെ വഴി സ്വീകരിക്കലും ഫർളു ഐനിൻ, അത് ഫർളു ഐനാണ്. ഇതിലാ യഖ്ലു അഹദും മിൻ ഐബിനിൽ അംബിയ, മനസ്സിന്റെ രോഗത്തിൽ നിന്ന് അംബിയാക്കളല്ലാതെ ആരും രക്ഷപ്പെടൂല. കിബ്റാണ്, ഹസദാണ്, ലോകമാന്യം. അതുകൊണ്ട് തന്നെ നല്ലൊരു സൂഫിയാക്കളുമായുള്ള ബന്ധം നിർബന്ധമാണ് എന്ന് ഗസ്സാലി ഇമാം പറയുകയാണ്. ശരിയല്ലേ? എവിടെ നോക്കിയാലും മുഖസ്തുതിയാണ്. സ്റ്റേജിലെത്തിയാൽ ഇയാൾ നമ്മളെ മറ്റേ മനുഷ്യനാണ്, അങ്ങ് വാനോളം പുകയ്ത്താണ് ഏത് സ്റ്റേജിലും. പക്ഷേ ഉള്ളിൽ കിബറും മസതും വരൂരെങ്കിൽ കുഴപ്പമല്ല, എന്നാലും നല്ലതല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്നിവിടെ നോക്കിയാലും അന്ന് അങ്ങനത്തെ ഒരു ലോകമാണ്, ലോകമാന്യം. ഇഖ്ലാസ് കുറഞ്ഞുപോയി, നിയത്ത് കുറഞ്ഞുപോയി. പ്രിയപ്പെട്ട മുഅ്മിനേ,
ഇവിടെയാണ് നമ്മുടെ മഹാന്മാർ നമ്മൾ ഓർക്കേണ്ടത്. ബഹുമാനപ്പെട്ട CH ഐദ്രോസ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അവരെയൊന്നും മറക്കരുത്. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് എന്തോ കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു. ഇത് ചായ കുടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് തിരിച്ചു ചോദിച്ചു, ഇതുകൊണ്ട് ചായ കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ? സാധാരണ നമ്മുടെ ഉസ്താദിന് കൈമടക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇത് ചായ കുടിച്ചാനാണ് അവിടെ വെച്ചോളി എന്ന് പറയുമല്ലോ. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വന്ന് സന്ദർശിക്കാൻ വന്ന ഒരു മനുഷ്യൻ ഉസ്താദിന്റെ മഹാന്റെ കയ്യിലേക്ക് പൈസ കൊടുത്തിട്ട് പറഞ്ഞു ചായ കുടിച്ചാനാണ്. ഉസ്താദ് പറഞ്ഞു ഇതുകൊണ്ട് ചായ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു അല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന് വേണ്ടി ശുക്രിന്റെ സുജൂദ് അവിടെ ചെയ്തു, ശുക്രിന്റെ സുജൂദ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ശിഷ്യന്മാർ എന്തിനാ സുജൂദ് ചെയ്തത്? അപ്പൊ പറഞ്ഞു, എൻ്റെ കുടത്തിൽ അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അരിയെല്ലാം കുടത്തിലിട്ടാ സൂക്ഷിച്ചിരുന്നത്, കുടത്തിൽ അരി കഴിഞ്ഞിരുന്നു. ഈ മനുഷ്യനേക്ക് പൈസ തന്നപ്പോ ഇതുകൊണ്ട് ചായ കുടിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അരി വാങ്ങാൻ പറ്റൂലല്ലോ. ഈ പൈസ കൊണ്ട് എന്തും നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുമ്പോ എൻ്റെ കുടത്തിൽ അരി കഴിഞ്ഞാൽ ഇതിലേക്ക് വേറെ അരി വാങ്ങിയിടാമല്ലോ. അല്ലാഹുവിനിക്കാണ് ശുക്ർ എന്ന് പറഞ്ഞ സുജൂദ് ചെയ്ത അത്തരത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കൊക്കെ തുരീഖത്തുണ്ടായിരുന്നു, മഹാന്മാരുമായി ബന്ധമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർക്കണം, നമ്മൾ ഈ വഴി കടന്ന് വിസ്മരിക്കരുത്. ബഹുമാനപ്പെട്ട ശംസുലുമയുടെ, ബഹുമാനപ്പെട്ട മഹാന്മാരുടെയൊക്കെ വഴികൾ നമ്മൾ അനുധാവനം ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഷെയ്ഖ് വേണ്ട, ത്വരീഖത്ത് വേണ്ട, ഷെയ്ഖുമാർ പറ്റേ മുറിഞ്ഞു പോയെന്നുള്ള അഭിപ്രായക്കാരല്ലല്ലോ നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും. എന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, തസവ്വുഫിനെ കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. വിമർശിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മശായിഖന്മാരെ കൊണ്ടാണ് ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. ഈ ദുനിയാവ് തന്നെ ബാലൻസ്, ദുനിയാവിൻ്റെ ബാലൻസ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതെങ്ങനെ? ഇവരിലൂടെയാണ് ഹബീബായ ശഫീഉനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ലൻ തഖ്ലുവൽ അർളു മിൻ 40 റജുലാ, എപ്പോഴും ഒരു 40 ആളുകൾ അല്ലാഹു തആല ഭൂമിയിൽ അവശേഷിപ്പിക്കും. അവരെ കൊണ്ടാണ് ബിഹിം യുസ്ഖൗന, അവരെ കൊണ്ടാണ് മഴ വർഷിപ്പിക്കപ്പെടുന്നത്. വബിഹിം യൻസിലു മതറുസ് സമാ, അവരെ കൊണ്ടാണ് മഴ വർഷിക്കുന്നത്. വബിഹിം യദ്ഫഉല്ലാഹു നിബാദിൽ ബലാ, നാട്ടിലെ എല്ലാ വിപത്തുകൾ അവരെ കൊണ്ടാണ് തട്ടുന്നത്. മശായിഖന്മാര് നമ്മൾ നിസ്സാരായിട്ട് കാണും. ഇപ്പൊ തന്നെ മഴയല്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മുസ്തഫ എന്ന കിതാബിൽ കാണാം, മഴയ്ക്ക് വേണ്ടി ദുആയിരുന്നു. 100 ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് മഴയ്ക്ക് വേണ്ടി ദുആയിരുന്നു. വെള്ളം കിട്ടണില്ല, മഴ പെയ്യണില്ല. 100 ആയിരക്കണക്കിന് ആളുകൾ മഴയ്ക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞു ദുആയിരുന്നു, നിസ്കരിച്ചു, മഴ കിട്ടണില്ല. അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു കറുത്തിരുണ്ട മനുഷ്യൻ, ആരും ഒരു വിലമതിക്കാത്ത ഒരു കറുത്തിരുണ്ട ഒരു സാധു ഉണങ്ങിയ ഒരു മനുഷ്യൻ പള്ളിക്ക് വന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ എന്നോട് പറയട്ടെ, ഈ ആളുകളൊക്കെ മഴ ചോദിച്ച് നീ വെള്ളം കൊടുത്തിരല്ലോ പടച്ചോനെ, അവർക്ക് വിഷമായി പോകും, കുറച്ച് വെള്ളം കൊടുക്ക്, അല്ലാഹുവേ മഴ കൊടുക്ക് എന്നൊരു മിനിറ്റ് ദ്വാരുന്ന് അയാൾ എഴുന്നേറ്റ് പോയി. അപ്പോഴേക്ക് ആകാശം മഴ വർഷിപ്പിച്ചു. മേഘാവൃതമായി കോരിച്ചൊരിയുന്ന മഴ പെയ്തു, ശക്തമായ മഴ. ഇത് കണ്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അത്ഭുതം. ഞങ്ങളൊക്കെ ദുആ ചെയ്തിട്ട്, നാട്ടുകാരെ പൊട്ടിക്കന്ന് ദുആ ചെയ്തിട്ട് മഴ കിട്ടിയില്ലല്ലോ. ഈ കറുത്തിരുണ്ട അടിമയാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഇത്ര പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്, അല്ലാഹു മഴ വർഷിപ്പിക്കുന്നത്? ഈ അടിമനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം, ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. ഈ അടിമനെ അന്വേഷിച്ച് നടന്നു. അപ്പോ അപ്പുറത്തെ പ്രദേശത്തൊരു വലിയ മുതലാളിന്റെ വീട്ടിലുള്ള ജോലിക്ക് നിൽക്കുന്ന ഒരു അടിമയാണ്. വേഗം ഈ അടിമന്റെ പേരൊന്നും അസംബസ്തിൽ അന്വേഷിച്ചില്ല. വേഗം ആ മുതലാളിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിനക്കൊരു 100 അടിമകളുണ്ടല്ലോ, ഒരടിമനെ എനിക്ക് വേണം. അപ്പൊ മുതലാളി പറഞ്ഞു, ഏതടിമനെ വേണ്ടത്? നല്ല പണിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള ആളുകളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അസംബസ്തിക്ക് 100 അടിമകളെ കാണിച്ചു കൊടുത്തു. അതിലൊന്നും ഈ ദ്വാരുന്ന അടിമല്ല, അതിലൊന്നും ഈ അടിമല്ല. അപ്പൊ അസംബസ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരൊന്നും അല്ല, ഇതല്ലാത്ത വേറെ വല്ല അടിമയുണ്ടോ? അപ്പോൾ ഈ മുതലാളി പറഞ്ഞു, ഇവരൊക്കെയാണ് അത്യാവശ്യം പണിയെടുക്കാൻ പറ്റിയ തടിയും തണ്ടുമില്ല ആരോഗ്യമുള്ള ആളുകൾ. പിന്നെ വേറെ ഒരുത്തുണ്ട്, അത് ഒട്ടകങ്ങളെ കടത്തുന്ന ആ ഒരു ആലയിൽ ചാണകം നീക്കാൻ നിർത്തുന്ന, മൃഗങ്ങളെ ചാണകം നീക്കുന്ന തൊഴുത്തിൽ പണിയെടുക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരുത്തുണ്ട്, അവനങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അസംബരിച്ചു ചോദിച്ചു, എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പോഴാ മുതലാളി കാണിച്ചു കൊടുക്കുമ്പോൾ തൊഴുത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കറുത്തിരുണ്ടടിമയാണ്.
ഹസൻ ബസ്രി കണ്ടപ്പോഴേക്ക് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഇയാളാണ് കഴിഞ്ഞ ദിവസം പള്ളിക്ക് വന്നിട്ട് പടച്ചോനെ മഴ പെയ്യണേ എന്ന് പറഞ്ഞപ്പോഴേക്ക് അള്ളാഹു മഴ പെയ്യിപ്പിച്ചത്, അള്ളാഹു മഴ ആകാശത്തിനെ കൊണ്ട് മഴ വർഷിപ്പിച്ചത്, അള്ളാഹു തആല ലോകത്തിന് വെള്ളം കൊടുത്തത് ഈ മനുഷ്യനെ കൊണ്ടാണല്ലോ. എനിക്ക് വന മതി അടിമങ്ങിട്ട് വാങ്ങാൻ, എന്തിന്? ദുആ ചെയ്യിപ്പിക്കാനും ബർക്കത്തെടുക്കാനും സഹവസിക്കാനും. അപ്പോഴാണ് ഈ അടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പറയുന്നത്, അള്ളാഹുവേ, ഒരു കാര്യം ഞാൻ മിനിയാന്ന് ചോദിച്ചപ്പോഴേക്ക് നീ തന്നു, മഴ ചോദിച്ചപ്പോഴേക്ക് നീ തന്നല്ലോ, അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് അല്ലാ. എൻ്റെ പേരും എൻ്റെ പ്രശസ്തിയും എൻ്റെ ഈ ഒരു പ്രത്യേകതയും ജനങ്ങളറിയാൻ തുടങ്ങിയല്ലോ. ഇനി എന്നെ ഭൂമിയിൽ വെച്ചേക്കരുത് അല്ലാ, ഇവിടം വെച്ചെന്നെ പിടിക്കണേ അല്ലാ, ഒന്ന് മരിപ്പിക്കണേ തമ്പുരാനെ. അവിടെ കടന്നു കഴിഞ്ഞു, മരണപ്പെടുകയും ചെയ്തു. പ്രശസ്തി ആഗ്രഹിക്കണില്ല, പേരാഗ്രഹിക്കണില്ല എന്നോ. സ്വന്തം ഫ്ലക്സ് ബോർഡിലും നോട്ടീസിലും ഷെയ്ഖാണ്, ഷെയ്ഖൻ്റെ ഷെയ്ഖാൻ, മറ്റേ ഷെയ്ഖാന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകളെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്, അവരെ വഴികൾ നമ്മൾ പിൻപറ്റണം. എപ്പോഴും മഹാന്മാരെ നമ്മൾ കൂട്ടിപ്പിടിക്കണം, അവരെ കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. സ്വാലിഹീങ്ങളുമായി ബന്ധം പുലർത്തണം. എപ്പോഴും സ്വാലിഹീങ്ങൾ അല്ലാഹു തആല ദുനിയാവിൽ നിലനിർത്തും. ഏത് കാലത്തും ഒരു കുത്തുബുണ്ടാകും, ഏത് കാലത്തും ഔലിയാക്കളുണ്ടാകും, ഏത് കാലത്തും മഹാന്മാരുണ്ടാകും. അവരംഗീകരിച്ചേ പറ്റൂ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വൽഹാസിലു അന്നൽ വസീലത്തുൽ ഉദ്മാ വൽ ഫത്ഹൽ കബീറ ഇന്നമാ ഹുവ ഫി തഅകീമി ലിശ്ശൈഖ്. ഒരു ആത്മീയ ഗുരുവിന് കീഴ്പ്പെട്ട് കൊടുക്കലേ ഖൈറുള്ളൂ. അങ്ങനത്തെ ആളുകളെ കണ്ടെത്തണം. തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ചൂഷണകരാണ് എന്നറിഞ്ഞാൽ ഉടനെ എതിർക്കുകയും വിമർശിക്കുകയും അകലം പാലിക്കുകയും ചെയ്യണം. അത് വിചാരിച്ച് സ്വാലിഹീങ്ങളിലേക്കുള്ള വഴികൾ മറക്കരുത്, സ്വാലിഹീങ്ങൾ അന്വേഷിക്കാതിരിക്കരുത്. ഇനി അങ്ങനത്തെ മുറബ്ബിയ ഷെയ്ഖ് എന്ന നിലയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അല്ലാത്ത മശായിഖന്മാരുടെ അടുത്ത് ബറക്കത്തിനെങ്കിലും നിങ്ങൾ ബന്ധപ്പെടണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചോ, സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെച്ചോ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അല്ലേ, അദ്ദേഹത്തോട് അല്ലാഹു പറയുന്നുണ്ട്, മൂസ, ഇന്നായിരുന്ന സ്ഥലത്തൊരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്, അവൻ്റെ മയ്യത്ത് നീ പരിപാലിക്കണം. മൂസാ നബി അലൈഹി സ്വലാം പോയപ്പോൾ നാട്ടുകാർ തടഞ്ഞു. ഇവൻ ആർക്കും വേണ്ടാത്തൊരുത്തനാണ്, ഇവൻ്റെ മയ്യത്ത് എന്തിനാ നിങ്ങൾ പരിപാലിക്കുന്നത്? മൂസാ നബി ചോദിച്ചു, പടച്ചോനെ, നാട്ടുകാർക്ക് ഇവനെ വേണ്ടല്ലോ, ഇവനെയാണോ എന്നോട് നീ സംസ്കരിക്കാൻ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഇവൻ മരിക്കാൻ നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വാലിഹീങ്ങളെ ഇഷ്ടമാണ് അല്ലാ, ഞാനൊരു സ്വാലിഹല്ലെങ്കിലും സ്വാലിഹീങ്ങളോട് മഹബ്ബത്താണ് അല്ലാ, അതുകൊണ്ട് തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവനക്ക് ഞാൻ എല്ലാം മാപ്പാക്കി കൊടുത്തു എന്ന് അല്ലാഹു പറയുന്നു. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഞാൻ പറയുന്നു, നമ്മൾ അമലെടുക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുക, തസവുഫിൻ്റെ ആലിമീങ്ങളെ സ്നേഹിക്കുക. സൂഫിസം 1-ാം നമ്പർ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നാം പറഞ്ഞത്. ഇനി ഒരു മുസ്ലിയാരാണെങ്കിലും ഒരു പണ്ഡിതനാണെങ്കിലും ജാമിഉൽ ഉസൂലിലൊക്കെ പറയുന്നുണ്ട്, മുഴുവൻ മശായിഖന്മാരും പറയാണ്, 1000 കിതാബ് ഓതിയാലും ആധ്യാത്മിക ജ്ഞാനമുള്ള ഗുരുക്കളുമായി ബന്ധമുണ്ടായേ പറ്റൂ, അപ്പോഴേ രക്ഷപ്പെടൂ എന്ന് മാലിക് ഇമാം പറയുന്നുണ്ട്. മൻ തശറഅ, ഒരാൾ ഒരുപാട് കർമ്മശാസ്ത്രം പഠിച്ചു, ശരീഅത്തിൽ വലിയ അവഗാഹമുള്ള പണ്ഡിതനായി, വലം യതസവ്വഫ്, സൂഫിസമില്ലെങ്കിൽ തസവുഫില്ലെങ്കിൽ, ഫഖദ് തഫസ്സഖ, തമ്മാടിയായി അതപ്പതിച്ചു പോകുന്നതാണ്. വമൻ തസവ്വഫ, ഇനി ചില ആളുകൾ സൂഫിസം പഠിക്കും, അവർ സൂഫിയാകും, തസവുഫ് സ്വീകരിക്കും. വലം യതഫഖഹ്, ദീനിൽ ഒരു വിവരം അവർക്കുണ്ടാകൂല, അറിവില്ലാതെ തസവുഫുമായി നടക്കുന്ന ആളുകളോ അവർ തസന്തക, പിഴച്ചു പോവുകയും ചെയ്യുമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഞാൻ ഇവിടെ ശക്തിയായി പറയുന്നു, ഇവിടെ നിങ്ങളൊക്കെ ഒരുപാട് വായിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയകളിൽ പല കാര്യങ്ങളിൽ നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. യഥാർത്ഥ ബുദ്ധിസം കയറി വന്ന കള്ള സൂഫിയാക്കൾ കേരളത്തിലുണ്ട്. ഒറിജിനൽ ബുദ്ധിസം, ശ്രീബുദ്ധന്റെ ആശയം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഓഷോ
ഓഷോനെ ഷെയ്ഖാക്കി കൊണ്ട് നടക്കുന്ന സൂഫിയാക്കളുണ്ട്. അവർ ത്വരീഖത്തിന്റെ പേരും ഖാദിരിയ ത്വരീഖത്ത്, ചിശ്തിയ ത്വരീഖത്ത്. അവരും പഠിപ്പിക്കുന്നത് അൻഫാസിന്റെ ദിക്ർ, അവരും പഠിപ്പിക്കുന്നത് തൽഖീനും അതുപോലെയുള്ള വിഷയങ്ങൾ, ഓഷോയുടെ സിദ്ധാന്തങ്ങൾ, ഹിന്ദുക്കളുടെ സാക്ഷാൽ പുനർജന്മ സിദ്ധാന്തം. നല്ല നിലയ്ക്ക് ഇപ്പൊ ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ ഇൻസാനിയത്ത് നഷ്ടപ്പെടാതെ മനുഷ്യനാകും, അല്ലെങ്കിൽ പട്ടിയാകും, പന്നിയായി ജനിക്കുമെന്ന് പറയുന്ന ഖുതുബുസ്സമാന്മാരും ശൈഖന്മാരും കേരളത്തിലുണ്ട്. സാക്ഷാൽ ഹിന്ദുക്കളെ പുനർജന്മ സിദ്ധാന്തം അതാണ് ഖുർആൻ പറഞ്ഞത്. തുബദ്ദലു അല്ലാഹു പറയുന്നുണ്ടല്ലോ, കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജലൂദൻ ഗൈറഹാ. നരകത്തിൽ കടന്ന് അവരെ തൊലികളൊക്കെ ആകെ ചീഞ്ഞു പോകുമ്പോൾ മറ്റൊരു തൊലിയെ കൊടുക്കുമെന്ന ആയത്തിന് ഇവർ വിശദീകരിക്കുന്നത് എന്താണെന്നറിയണോ? മനുഷ്യന്റെ തൊലി അങ്ങ് കളഞ്ഞിട്ട് പട്ടിൻ്റെയും പന്നിൻ്റെയും തൊലി കൊടുത്ത് അടുത്ത ജന്മത്തിൽ പട്ടിയും പന്നിയായി വരും. ഇതാരാ? സൂഫിയാക്കളെന്ന് അവകാശപ്പെടുന്ന ത്വരീഖത്തെന്ന് പറഞ്ഞു നടക്കുന്ന പ്രിയപ്പെട്ടവരെ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേര് പറഞ്ഞു നടക്കുന്ന ത്വരീഖത്താണ് സാക്ഷാൽ ഹിന്ദുക്കളെ പുനർജന്മ സിദ്ധാന്തം. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല. അത് മനുഷ്യന്റെ മരണം തന്നെയാണ് ഖിയാമത്ത് നാൾ. അല്ലാതൊരു ഖിയാമത്ത് നാളില്ല. ഇതുവരെ പഠിച്ച സ്വർഗം നരകം ഒരു ചുക്കുമല്ല. അങ്ങനത്തെ സ്വർഗവുമില്ല, അങ്ങനത്തെ നരകവുമില്ല എന്ന് പറയുന്ന ബാക്കവിമാരുള്ള, ഫൈസിമാരുള്ള, സഖാഫിമാരുള്ള ത്വരീഖത്ത് കേരളത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ചെറുപ്പക്കാര് പലതിനും പെട്ടുപോകും. ഇവിടെ 9 കൊല്ലവും 4 കൊല്ലമൊക്കെ പള്ളിയിൽ ഖതീബുമാരായി, മുദർരിസുമാരായി, ഖാദിമാരായി കഴിഞ്ഞ സഖാഫിമാരും ഫൈസിമാരും ബാഖവിമാരും ഒക്കെ ഈ ത്വരീഖത്തിലുണ്ട്. എന്താണ് അവരുടെ വാദം? എന്താ വാദം? ഹിന്ദുക്കളെ പുനർജന്മ സിദ്ധാന്തം. ഖിയാമത്ത് നാളില്ല, നരകം സ്വർഗമുണ്ട്. നമ്മൾ കരുതിയ നരകം സ്വർഗമെന്ന മറ്റൊരു ലോകമല്ല. അവർക്ക് ഇത് തന്നെയാണ്. ഇങ്ങനെ എത്ര പിഴച്ച വിശ്വാസം. സാക്ഷാൽ അദ്വൈതവാദം ഹുലൂലും ഇത്തിഹാദും വരുന്നവരുണ്ട്, ആരോപിക്കപ്പെടുന്നവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, വഴിപിഴച്ചു പോകരുത്. അതിനാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കേരളം. മഖ്ദൂമി പണ്ഡിതന്മാര്, പൊന്നാനി പണ്ഡിതന്മാരെ സ്വീകരിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനി ചിലപ്പോ ഇപ്പൊ ഫേസ്ബുക്കും വാട്സപ്പിലും നിരവധി വായിച്ചും പഠിച്ചും ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ഒരു മുറബ്ബിയ ശൈഖിനെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു ത്വരീഖത്തില്ലെങ്കിൽ ഈമാൻ കിട്ടാതെ ചത്തുപോകുമോ? പേടിക്കണ്ടടോ. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു കാരുണ്യവാനാണ്, ഇസ്ലാം സുതാര്യമാണ്. ഇവിടെ ഏതെങ്കിലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ജാടകളും കിബറും നുണയും വഞ്ചനയും നിറഞ്ഞ ഏതെങ്കിലും ശൈഖന്മാര് അവരടുത്ത് പോയി വയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നീ പേടിക്കണ്ട. നീ അള്ളാഹുവിനോട് പറയാമല്ലോ, പടച്ചോനെ എനിക്ക് കിട്ടിയിട്ടില്ല, അള്ളാഹ് അന്വേഷിച്ചിട്ടുണ്ട്. എങ്ങനെ സ്വീകരിക്കും? ഇവരൊക്കെ പറയുന്നതും ഞങ്ങളാണ് ശൈഖ് എന്നാണ്, പ്രിയപ്പെട്ട ഞങ്ങളെ അർഹരാണ് എന്നാണ്. പക്ഷെ എങ്ങനെ സ്വീകരിക്കും? ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ പണ്ഡിതനാണ്. ഫത്വ അസ്ഹരിയിൽ പറയുന്നുണ്ട്, യഥാർത്ഥ മുറബ്ബിയ ശൈഖിനെ സ്വീകരിച്ച് ത്വരീഖത്ത് സ്വീകരിച്ച് പോവുക എന്നുള്ളത് ഫർളു ഐനൊന്നുമല്ല. സ്വീകരിക്കാത്തവരൊക്കെ രക്ഷപ്പെടൂല, നരകത്തിൽ കടക്കുമെന്ന് പറയാനും പറ്റൂല. അതൊക്കെ നല്ലതാണ്, പുണ്യമാണ് എന്നർത്ഥത്തിലാണ് മഹാന്മാര് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അൽ മിഅ്യാറുൽ മുഅറബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് 12-ാമത്തെ വാള്യം 295-ാമത്തെ പേജിൽ മിഅ്യാറുൽ മുഅറബില് ബഹുമാനപ്പെട്ടവരെ പ്രത്യേകം പറയുന്നുണ്ട്. എന്ത് എന്നറിയണോ? എല്ലാവർക്കും ഇത് നിർബന്ധമൊന്നുമല്ല. ഇന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് മനുഷ്യനെ എടങ്ങേറാക്കുകയാണ്. എന്നാലോ ഷെയ്ഖുണ്ട്, ഷെയ്ഖ് വേണം, തർബിയത്ത് മുറിഞ്ഞിട്ടില്ല, മശായിഖന്മാരുമായി ബന്ധം വേണം. ഷെയ്ഖ് ജീലാനി പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഇൻസാന ഇദാ ലം യകുൻ തലഖന ദിക്റ ശരീഫല്ലദി വഹുവ തൗഹീദ് മിൻ ഷെയ്ഖിൻ മുർശിദിൻ ലഹു നിസ്ബത്തുൻ മുത്തസിലത്തുൻ ബിൻ നബി വഇല്ലാ ഫബഈദുൻ അൻ നസ്തഹിദറഹാ ഇൻദൽ ലാജതി ലൈഹാ ഐ വഖത മുസീബത്തിൽ മൗത്ത് ഖലായിദുൽ ജവാഹിറിൽ കാണാം. യഥാർത്ഥ ഷെയ്ഖിൽ നിന്ന് ഒരു തൗഹീദ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മരിക്കാൻ നേരത്ത് ഈമാൻ സലാമത്താവുക പ്രയാസമാണ് എന്ന് അശേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉണ്ട്. പ്രിയപ്പെട്ട് നിഷേധിക്കാൻ പാടില്ല നിങ്ങൾ. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് ഖൈറം തന്നെ കോദിയുള്ള ലോകേരെ അവരെ മുരീദായി കൊള്ളുവീന പോലെ
സത്യം തന്നെയാണ്. ഇത്തീരെ പോരീശ ഉള്ളോരോ ശൈഖീനെ ഇട്ട് ചെവിടേക്ക് പോകുന്നു ലോകരെ. എല്ലാരെ കോഴിയും കുകിയാടങ്ങുമേ മുഹ്യദ്ദീൻ കോഴിക്ക് യാമത്തോളം കൂകും. ആഖിറം തന്നെ കോതിയുള്ള ലോകരെ അവരെ മുരീദായി കൊള്ളുവീന പോലെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എനിക്ക് പറയാനുള്ളത്, ഇബ്രീസ് എന്ന തസവുഫിന്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ കാണാം, ഇന്നൽ മൗസൂഫൽ മദ്കൂറ മുഹദ്ദദ്. ഈ കാലത്തും അത്തരത്തിലുള്ള മശായിഖന്മാരുണ്ട്, അവർ ഉള്ളവർ തന്നെയാണ്. ഫലാ തഖ്റുജു മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അതൊക്കെ ശരിയാണ്, നമ്മൾ അംഗീകരിക്കണം. പക്ഷേ നമ്മൾ ഏതെങ്കിലും ചെന്ന് പെടാൻ പാടില്ല. ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഈ സദസ്സിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നുകൂടി ഹൃദയം സംസ്കരിക്കുന്ന വഴികളുമായി നമ്മൾ എടുക്കണം. തസവുഫ് നമ്മുടെ ജീവിതത്തിൽ വേണം. ജാടകൾ നമ്മൾ ഒഴിവാക്കണം. പള്ളി കമ്മിറ്റിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ഖതീബാണെങ്കിലും വല്ലാക്കയാണെങ്കിലും അതുപോലെ തന്നെ ഖാദിയാണെങ്കിലും ഇനി ഏത് സംഘടന പ്രവർത്തകനാണെങ്കിലും ഇബ്ലീസ് വഴിപിഴപ്പിക്കാൻ നിന്റെ പിന്നാലെയുണ്ട്. നീ ഒരു സ്വതക്ക നൽകുമ്പോൾ, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് സഹായിക്കുമ്പോൾ, സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഒക്കെയും കിബറവൻ ഉണ്ടാക്കിത്തരും, ഉജബുണ്ടാക്കിത്തരും, ലോകമാന്യമുണ്ടാക്കിത്തരും. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കഴിയണം മോമിനെ. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റോ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റോ നമുക്ക് ഹൃദയത്തിൽ ഒന്നും ഇല്ലാതെ ചിന്തിക്കാതെ തന്നെ നാവ് കൊണ്ട് വെറുതെ പറഞ്ഞാലും കൂലിയുണ്ട്. നബവിമാ പറയുന്നുണ്ട്, ഖാദിയാദ് പറയുന്നുണ്ട്, ഹൃദയത്തിൽ അർത്ഥം ചിന്തിക്കാതെ നാവ് കൊണ്ട് മാത്രം ദിക്ർ ചൊല്ലിയാലും കൂലിയുണ്ട്, പുണ്യമുണ്ട്. പക്ഷേ അതിനേക്കാളും പുണ്യം, അതിനേക്കാളും മഹത്വം, മനസ്സിന് സമാധാനം അത് ഹൃദയം കൊണ്ട് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഞാൻ പ്രത്യേകം പറയുന്നു, കൂലിയില്ല എന്നല്ല, പക്ഷേ നമ്മൾ തസ്ബീഹ് പിടിച്ചിട്ട് ഒരുപാട് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാലും ഹൃദയത്തിന് സമാധാനമുണ്ടോ? മരിച്ച വീട്ടിൽ ദിക്ർ ചൊല്ലുമ്പോൾ കുറേ ആളുകളുണ്ടെങ്കിൽ കുറച്ച് ദിക്റില്ലാ മതി. ഒരുപാട് ദിക്ർ ചൊല്ലാന്ന് പറയുമ്പോഴേക്ക് സമാധാനം കുറവാണ്. അല്ലാഹ് പറഞ്ഞതോ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുകയാണ്, ആ സമാധാനം കൽബിന് കിട്ടണം, കൽബിന് കിട്ടണം, ഹൃദയത്തിന് കിട്ടണം. ഇമാം ബുജൈരി പറയുകയാണ്, തസവുഫിന്റെ പണ്ഡിതന്മാരുമായി സൂഫിയാക്കളുമായി ബന്ധമുണ്ടാകുമ്പോഴേ ഈ ഒരു അർത്ഥത്തിലുള്ള ദിക്ർ കിട്ടുകയുള്ളൂ, ഈ ഒരു അർത്ഥത്തിലുള്ള ഖൈറായ ചിന്ത വരികയുള്ളൂ. അതല്ലെങ്കിൽ നാവ് കൊണ്ട് എത്ര പറഞ്ഞാലും ഷെയ്ഖ് ജീലാനി മൊയ്തീൻ ശൈഖ് പറയുന്നുണ്ട്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും 1000 ഇലാഹ് നിന്റെ മനസ്സിലുണ്ടടാ. നിന്റെ പെണ്ണ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കച്ചവടം, നിന്റെ മാബാപ്പ, നിന്റെ വീട്, നിന്റെ സ്ഥാപനം, നിന്റെ കാറ്, നിന്റെ ബൈക്ക്, ഇതിനൊക്കെ ഇലാഹായി കൊണ്ട് നടക്കുകയാണ്. അതൊക്കെ മനസ്സിൽ നിന്ന് നീക്കണം, അതൊക്കെ അങ്ങ് നീക്കണം. എന്നിട്ട് യഥാർത്ഥ ദിക്ർ ഹൃദയത്തിൽ സ്ഥാപിക്കണം. അപ്പോൾ സമാധാനം ഉണ്ടാകും, അപ്പോൾ സമാധാനം ഉണ്ടാകും. നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയും ഹസ്ബുനല്ലാഹ്, നമുക്കിത് പേടിയാണ്. പടച്ചോനെ, UP-യിൽ BJP ആയി ഇല്ലേ, അവിടെ BJP ആയി, കേന്ദ്രത്തിൽ BJP, എവിടെയും BJP. എന്ത് BJP യോ? ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹ് ഉണ്ടല്ലോ. ഇത് ദിക്ർ നാവുകൊണ്ട് ചെല്ലല്ലേ, വലിയ കൂലുണ്ട്. പക്ഷെ ഹൃദയത്തിൽ ഇറക്കി ഒരു വീട് കാറ്റടിച്ച് വീടിൻ്റെ ഓട് മുഴുവനും പാറിപ്പോയി. ആ വീട്ടുകാർത്തിക്കൊരു പേടിയില്ല. എനിക്ക് എൻ്റെ പുതിയാപ്പളുണ്ടല്ലോ, പൈസക്കാരനായ മുതലാളിയായ ഭർത്താവുണ്ടല്ലോ. ആ പുതിയാപ്പള എന്തിനും കൊള്ളുന്ന ഭർത്താവുണ്ടാകുമ്പോൾ എന്തിന് ഞാൻ ബേജാറാകണം? നാളെ തന്നെ ഓട് മാറ്റാനും ഈ പൊളിഞ്ഞ വീട് നന്നാക്കാനും എൻ്റെ പുതിയാപ്പളക്ക് പൈസ ഉണ്ടല്ലോ. എന്തിന് പിന്നെ ഞാൻ ബേജാറാകണം? എനിക്കെൻ്റെ ഭർത്താവ് മതി. ഈ ചിന്തയാണ് ആ പെണ്ണിന് ധൈര്യം കൊടുക്കുന്നത്. അവളിങ്ങനെ എനിക്കെൻ്റെ പുതിയാപ്പളുണ്ടല്ലോ, എനിക്കെൻ്റെ ഭർത്താവുണ്ടല്ലോ, വിളിച്ചു പറയണ്ട. ഹൃദയത്തിൽ ആ ചിന്ത അവൾക്ക് സമാധാനം കൊടുക്കും. എങ്കിൽ നമ്മൾ നാവ്
നാവിൽ മാത്രം വിളിച്ചു പറയാൻ എനിക്ക് നമ്മുടെ റബ്ബുണ്ടല്ലോ, ഹസ്ബുനല്ലാഹ് ഹൃദയത്തേക്ക് കൊടുക്കണം. ഇത് മശായിഖന്മാരുമായി സൂഫിയാക്കളുമായി ബന്ധമുണ്ടാകുമ്പോൾ കിട്ടും, അവരെ കൊണ്ടേ കിട്ടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കും ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്തിന് പേടിക്കാനാണ്? അലാ ബിദിക്രില്ല, ആ അല്ലാഹു എന്ന ദിക്ർ കൊണ്ട് മനസ്സിന് സമാധാനം വരും. അപ്പോൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നൊരു ദുഃഖം ഉണ്ടാവില്ല, ഒരു ടെൻഷൻ ഉണ്ടാകൂല. അല്ലാഹുവിനെ സമർപ്പിക്കുക. ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുവരാനുള്ള വഴിയാണ് സൂഫിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കും, അതിന്റെ മർമ്മം നമുക്ക് കിട്ടൂല. നമ്മൾ ഒതുടുക്കും, ഒതുവിൻ്റെ ഒക്കെ വാസ്തവത്തിൽ ഒതു എടുക്കുമ്പോൾ ചെറിയ അശുദ്ധി ഉയർത്തുന്നു. എന്താണ് ഉയർത്തുന്നത്? നീ ശരിക്ക് സോപ്പിട്ട് വൃത്തിയാക്കി, ഷാമ്പിട്ട് വൃത്തിയാക്കി കയ്യും മുഖമൊക്കെ കഴുകി പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു ചളിയും ഒരു മാലിന്യവും ഒരു കരടും നിന്റെ കയ്യിലും മുഖത്തൊന്നും ഇല്ലെങ്കിലും നിസ്കരിക്കാൻ പറ്റൂല. ഒതു എടുക്കണം. അപ്പം എന്തിനാ ഒതു എടുക്കണത്? ചളിയും നജസും മാലിന്യവും വേർപ്പും പോക്കാനാണോ? എങ്കിൽ അതൊന്നും ഇല്ലല്ലോ. പിന്നെ വുളു അതല്ല, അത് നിന്റെ മനസ്സ് ശുദ്ധിയാക്കണ തൗബയാണ്. നിന്റെ മുഖം കഴുകുമ്പോൾ പടച്ചോനെ എന്നെ കണ്ണുകൊണ്ട് നോക്കി ഹറാമ് പൊരുത്തപ്പെട്ട് തരണം. അല്ലാഹുവേ എൻ്റെ മുഖം കൊണ്ട് ഞാൻ ചെയ്തത്, ചുംബിച്ചത്, കണ്ണുകൊണ്ട് കണ്ടത്, നോക്കിയത് മാപ്പാക്കണം. തൗബ. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് തൊട്ടത്, കൈ കൊണ്ട് ഞാൻ ചെയ്തത്, പറഞ്ഞത്, എഴുതിയത് എല്ലാം മാപ്പാക്കി തരണം. ചെവി തടവുമ്പോൾ ചെവി കൊണ്ട് ഹറാം കേട്ടത്, ഗീബത്ത് കേട്ടത് മാപ്പാക്കി തരണം. കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് ഹറാമിലേക്ക് പോയത് മാപ്പാക്കി തരണം. തൗബയാണ്. അതുകൊണ്ടല്ലേ വുളു ചെയ്താൽ ആ വെള്ളം നീ തുടക്കരുത്. ആ വെള്ളം കൊഴിഞ്ഞു പോകുമ്പോൾ, മുഖത്തിൽ നിന്ന് വുളു ചെയ്ത വെള്ളം വീഴുമ്പോൾ നിന്റെ കണ്ണ് കൊണ്ട് മുഖം കൊണ്ട് ചെയ്ത തെറ്റുകൾ ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുമെന്ന്. നിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ അങ്ങ് ഒലിച്ചു പോകുമെന്ന്. അതുകൊണ്ട് തുടക്കാൻ പാടില്ല എന്ന് ഇമാമുന ശാഫിഈ. അതുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാമിന് കറാമത്ത്. ഒരാൾ വുളു എടുക്കുമ്പോൾ അയാളെ മുഖത്ത് നിന്ന് ഒഴുകുന്ന വെള്ളം നോക്കിയിട്ട് അബൂ ഹനീഫ ഇമാം പറയും, അവൻ ഇന്നാരിനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ കയ്യിൽ നിന്ന് വുളു ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊലിക്കുന്ന വെള്ളത്തെ നോക്കിയിട്ട് അബൂ ഹനീഫ ഇമാം പറയും, അവൻ കട്ടവനാണ്, അവൻ ഹറാമ് ചെയ്തവനാണ്. വുളു ചെയ്തവൻ്റെ മുഖത്തുനിന്നും കയ്യെന്നും കാലെന്നും ഒലിക്കുന്ന വെള്ളത്തെ നോക്കിയിട്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ വിളിച്ചു പറയുന്ന കറാമത്തുണ്ടായിരുന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. തൗബയാണ്. ഇങ്ങനെ അങ്ങ് ഓതെടുത്തിട്ട് നമ്മൾ കൈകൾ ഉയർത്തി പറയാണ്, പടച്ചോനെ അല്ലാഹുമ്മ ജിഅൽനി മിനത്തവാബീൻ, ഈ തൗബ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത് തൗബയായിരുന്നു പടച്ചോനെ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ യഥാർത്ഥ തൗബ ചെയ്യുന്നവരെന്നെ പെടുത്തണേ അല്ലാ. അപ്പം മനസ്സിലാണ്ട് സാന്നിധ്യം വരും. നമ്മൾ ഏത് ദിക്റും അതിൻ്റെ സാഹചര്യത്തിൽ ബന്ധമുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി, എന്നെ തീറ്റിച്ച അല്ലാഹുവിനിക്കാണ് സർവസ്തുതിയും. ആ തീറ്റിച്ച അല്ലാഹുവിന് സ്തുതി. അപ്പോൾ ആ ദുആക്ക് ഒരു ബന്ധമുണ്ട്. ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബനില്ലദാ, എൻ്റെ വയറ്റിൽ കെട്ടിക്കടന്ന എൻ്റെ മാലിന്യം ഒഴിവാക്കി തന്ന പടച്ചോനെ നിനക്ക് സ്തുതി. ഇല്ലേ, വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ ക്യാൻസറാണ്, ഓപ്പറേഷൻ ചെയ്യണം. ഫുള്ളായി പോയാൽ ക്ഷീണം വന്നു പോകും, നടക്കാൻ പറ്റൂല. ഫുള്ള് വയറ്റിൽ നിന്ന് പോകാനും പറ്റൂല, തീരെ പോകാതിരിക്കാനും പറ്റൂല. അതല്ലേ അള്ളാഹുവിൻ്റെ സംവിധാനം. നിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് നിറഞ്ഞാൽ വെള്ളം ഒഴുകുമ്പോഴേ നിനക്ക് ടാങ്ക് നിറഞ്ഞു എന്നറിയുള്ളൂ. നിന്റെ വയറ് നിറയുമ്പോൾ അറിയാതെ നിന്റെ വയറ്റിൽ നിന്ന് പോയാൽ ശരീരമാകെ നജസാകും, തുണിയും കുപ്പായുമാകെ കാഷ്ടമാകും. നിന്റെ മൂത്രസഞ്ചി മൂത്രം നിറയുമ്പോൾ അറിയാതെ ടാങ്ക് നിറഞ്ഞ് ഒഴുകുന്ന പോലെ മൂത്രം പോയാൽ പ്രശ്നമാകും. അപ്പോൾ അള്ളാഹു സിഗ്നൽ തന്നു, തലച്ചോറിന് വിവരം കൊടുത്തു, എടാ നിറഞ്ഞിട്ടുണ്ട്, ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിൽ പോകൂ എന്ന്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് പോയി ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാ സർവസ്തുതിയും നിനക്കാണു. അല്ലദീ അദ്ഹബ അന്നില്ലദാ, ഈ മാലിന്യം നീക്കിയ റബ്ബേ നിനക്കാണ് സ്തുതി. അപ്പോൾ ആ ദിക്റിന് അതൊരു ബന്ധം. അതുപോലെ വുദു ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, പടച്ചോനെ തൗബ ചെയ്യുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. കാരണം എന്താ, ഈ വുദു തൗബയായിരുന്നു. ഇങ്ങനെ തൗബ എന്ന നിദ്യത്തോടുകൂടെ സുബൈക്ക് വുദു എടുത്ത് ളുഹ്ർക്ക് വുദു എടുത്ത് 5 വക്ത് നിസ്കരിച്ചാൽ ഒരു തെറ്റുണ്ടാകൂലടോ. നിസ്കാരവും അങ്ങനെയാണ്, അത് സംസ്കരണമാകും. അല്ലാതെ കുറെ കാട്ടിക്കൂട്ടലല്ലേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇബാദത്തിന്റെ മർമ്മം അറിയണം. അതിന് മഹാന്മാരുമായി മശായിഖന്മാരുമായി ബന്ധം വേണം, സൂഫിയാക്കളുമായി സാലിഹ്യങ്ങളുമായി ബന്ധം വേണം. അതാ ഞാൻ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, കക്കൂസ് എന്ന് വരുമ്പോൾ ഗുഫ്രാനക, പടച്ചോനെ മാപ്പാക്കി തരണേ. എന്തിന്? കക്കൂസ് പോകൽ തെറ്റാണോ? മൂത്രയിക്കൽ തെറ്റാണോ? വിസർജിക്കൽ തെറ്റാണോ? പിന്നെന്തിനാ ഒന്ന് മൂത്രയിച്ച് വരുമ്പോൾ പടച്ചോനെ മാപ്പാക്കി തരണേ. അല്ലാഹുവേ, പരിപൂർണമായ ദിക്റിന് തടസ്സമാണ് ബാത്റൂം. നാവ് കൊണ്ട് ചെല്ലാൻ പറ്റൂലല്ലോ. കക്കൂസ് ഇരിക്കുമ്പോൾ ദിക്ർ മുടങ്ങിയല്ലോ, അല്പം ദിക്ർ മുടങ്ങിയല്ലോ. പടച്ചോനെ ഗുഫ്രാനക മാപ്പാക്കി തരണേ.
ജീവിതം മുഴുവനും ദിക്റാകണം. നാവുകൊണ്ട് ചൊല്ലുക എന്നുള്ളതല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണ്. അത് കൽബിലാണ്. ഓർമ്മ ഇവിടെ കൽബില, നാവിലല്ല. ആദ്യം കൽബിലുണ്ടാക്കി കൊടുക്കണം. ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആ ഖൈറാൻ. അല്ലെങ്കിലോ പടച്ചോനെ മക്കളെ കെട്ടിക്കാണ്ടല്ലോ, വീട് വെക്കാണ്ടല്ലോ, പടച്ചോനെ കല്യാണമെന്നല്ലോ, സ്വർണത്തിന് വിലയേറിയല്ലോ, പടച്ചോനെ എൻ്റെ ബാങ്ക് ആകെ പൊട്ടിപ്പൊളിഞ്ഞല്ലോ, എന്തായി ഒരു പേടി ഉണ്ടാകൂല. കാരണം എന്തെന്നറിയോ? അതില്ലെങ്കിലോ അല്ലാഹു എന്ന ദിക്ർ ഖൽബിലില്ലെങ്കിൽ ഫഇന്നലഹു മഈശതൻ ലംഘാ, ജീവിതം കുടുസാകും. വലിയ വലിയ വീടുണ്ടായാലും സന്തോഷം ഉണ്ടാകൂല, വലിയ കോടീശ്വരൻ എന്നാലും സന്തോഷം ഉണ്ടാകൂല. ഖൽബിൽ ദിക്റുണ്ടോ, നീ ഏത് ചീഞ്ഞ തുണിയും കുപ്പായും എടുത്താലും നീ ടൈയും കോട്ടും കെട്ടിയവനാണ്. ഏത് ചെറ്റക്കുടിലാണെങ്കിലും നീ കൊട്ടാരത്തിലാണ്. എവിടെ ധന്യത? പൈസയും പണമല്ല, കൽബിൻ്റെ ധന്യത. അത് ദിക്റുകൊണ്ടേ കിട്ടുള്ളൂ. അല്ലാതെ കൽബിൽ തീരെ കൊടുക്കാതെ നീ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞു ആവോണ്ട് മാത്രം പറഞ്ഞാൽ കൽബിന് സമാധാനം കിട്ടൂല. വലിയ കൂലി കിട്ടും, സമാധാനമൊക്കെ ഉണ്ടാവും. പരിപൂർണ്ണ അർത്ഥം കിട്ടണമെങ്കിൽ കൽബിൽ ദിക്റുണ്ടാകണം. ഇതാണ് അല്ലാഹുവിൻ നബി തങ്ങൾ പറഞ്ഞത്, മൻ ദക്കറകുമുല്ലാഹ്, അല്ലാഹനെ ഓർമ്മിപ്പിച്ചു തരുന്നവരാരോ അവരടുത്ത് പോയി ഇരിക്കണേ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ഇതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വിഷയം വിശാലമാണ്. എന്താണ് ദിക്ർ? നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ആസ്വാദനം. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹുവിനെ അനുഭവിക്കുക. അല്ലാഹ് എന്തിനാ നമ്മളെ പഠിച്ചത്? നമ്മൾ പറയും ഇബാദത്തിന് മലക്കുകളില്ലേ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ പടച്ചത്, ഞാൻ നിങ്ങളെ പടച്ചത് എനിക്ക് ഇബാദത്ത് എടുക്കാനാണെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ലാ ലിയഅരിഫൂൻ, എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ അല്ലാഹനെ അറിയാ? ആസ്വാദനമാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന്റെ മർമ്മം അറിയണം. അല്ലാഹുവിൻ്റെ മഹാന്മാരെ ഇഷ്ടപ്പെടണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. ഞാനൊരു വലിയ സങ്കടം പറയുകയാണ്. ഇന്നലെ മിനിയാമോ എനിക്ക് ഒരു വാട്സപ്പിൽ ഒരാളെ ക്ലിപ്പ് അയച്ചു തന്നു. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതന്റെ ഒരു ഉദ്ധരണിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്തെന്നറിയോ? പണ്ഡിതന്മാരെ തൊട്ട് നീ വിട്ടു നിൽക്കണം. പാമ്പിൽ നിന്നും തേളിൽ നിന്നും നിൽക്കുന്ന പോലെ പണ്ഡിതന്മാരിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആലിമീങ്ങൾ, മഹാന്മാരാ ശരീഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് തൊട്ട് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. നഊദു ബില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അത് ഏത് പണ്ഡിതന്മാരെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നൊന്നും ചിന്തിക്കാതെ പണ്ഡിതന്മാരെ തെറി പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നു, ഇത് സൂഫിസം പറയുന്ന ക്ലാസ്സാണ്. ഇവിടെ ഏറ്റവും വലിയ സൂഫിയായ അഹ്മദുൽ കബീറുൽ നിഫാഇ, ഞാൻ പറയട്ടെ, ഒരു ലഘുലേഖ ഇറക്കുമ്പോൾ, ഒരു മാസിക ഇറക്കുമ്പോൾ അതിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും തെറിയഭിഷേകം ചെയ്യുന്ന, കുറ്റം പറയുന്ന, ബ്രിട്ടീഷ് ചാരന്മാരെന്ന് പറയുന്ന ആലിമീങ്ങളെ തെറി പറയുന്ന എത്രയോ തരീഖത്തുകാരുണ്ട്. എങ്കിൽ ഞാൻ പറയുന്നു, റിഫായി ഷെയ്ഖിനേക്കാളും വലിയ സൂഫിയാക്കളൊന്നും അല്ലല്ലോ നിങ്ങൾ. റിഫായി ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ അൽ ബുർഹാനുൽ മുഅയ്യദ് എന്ന കിതാബിൽ റിഫായി ഷെയ്ഖ് പറയുന്നുണ്ട്, തരീഖത്തുകാരോടാ പറയുന്നത്, അല്ലിമൂ ശഅ്നൽ ഫുഖഹാ ത്വരീഖത്തില്ലാത്ത പണ്ഡിതന്മാരാണെങ്കിലും ആ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തരുത്. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ വളരെ നല്ല നിലക്ക് നിങ്ങൾ വന്ദിക്കണം. ഔലിയാക്കളെ ബഹുമാനിക്കുന്ന പോലെ, ആരിഫീങ്ങളെ ബഹുമാനിക്കുന്ന പോലെ, ഔലിയാക്കൾക്ക് നിങ്ങൾ പുണ്യം നൽകുന്ന പോലെ, അവരെ നിങ്ങൾ ആദരിക്കുന്ന പോലെ പണ്ഡിതന്മാരെയും ആദരിക്കണേ. ഇത് റിഫായി ശൈഖാണ് പറയുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലുള്ള പല ത്വരീഖത്തുകാര് അവരെ മാസിക അങ്ങ് പരിശോധിക്കുമ്പോ, അവർ ലഘുലേഖ ഇറക്കുമ്പോ, അവർ പ്രസംഗം നടത്തുമ്പോ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്താതിരിക്കൂല. ലാഹിർ പണ്ഡിതന്മാര്, ശരീഅത്തിന്റെ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞ് വളരെ മോശമായ പണ്ഡിതന്മാരെ കളിയാക്കുമ്പോ, എടോ നിങ്ങൾ ചിന്തിക്കണം. റിഫായി ശൈഖ് പറയുകയാണ്, അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സൂഫിസം എന്ന് മനുഷ്യന്മാർക്ക് പഴച്ചുപോയി. ഓഷോയുടെ സിദ്ധാന്തങ്ങൾ പറയലല്ല സൂഫിസം, ശ്രീബുദ്ധന്റെ ആശയങ്ങൾ പറയലല്ല സൂഫിസം, ശ്രീനാരായണ ഗുരുവിന്റെ വാദമല്ല സൂഫിസം. യഥാർത്ഥ സൂഫിസം പഠിക്കണം നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, റിഫായി ശൈഖ് പറയാണ്, നീ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. ഔലിയാക്കളെ ബഹുമാനിക്കുന്ന അതേപോലെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. കാരണം ഫഇന്ന ത്വരീഖ വാഹിദുൻ, ഇതൊക്കെയും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ത്വരീഖത്താർ, ഞങ്ങൾ ത്വരീഖത്താർ, നിങ്ങൾ ശരീഅത്ത്, ഇങ്ങനെ നീ ഭിന്നപ്പെടുത്തണ്ട. കാരണം എല്ലാം ഒന്ന് തന്നെയാണ് ഒരർത്ഥത്തിൽ. വഹൗലായി പണ്ഡിതന്മാരെ ലാഹിരി ശരീഅ
ജമീആ. ളാഹിർ ശരീഅത്തിന് അനന്തരാവകാശികളാണ്. വഹമലത്തു അഹ്കാമിഹാ, ശരീഅത്തിന്റെ വിധിവിലക്കുകൾ കൊണ്ട് നടക്കുന്നവർ അവരാണ്. അല്ലദീന യുഅല്ലിമൂന അന്നാസ്, അവരാണ് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വബിയായസ്റുൽ വാസിലൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്തുന്നവരൊക്കെ റബ്ബിലേക്ക് എത്തുന്നത് ഈ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമു കൊണ്ട് തന്നെയാണ്. ഇതിലാ ഫായിദത ബിസ്സഈ വൽ അമലി അല ത്വരീഖിൽ മുഗായിരിൽ ശർഈ, ഈ ശർഈനോട് എതിരായ രൂപത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വലു അബദല്ലാഹു അല്ലാ ബിൽ 500 ബിത്വരീഖത്തിൻ ഗൈരി ശർഈയത്തിൻ, ഒരു ശർഈ അല്ലാത്ത ഒരു ത്വരീഖത്തുകാരൻ 1000 കൊല്ലം 500 കൊല്ലം ഇബാദത്ത് എടുത്താലും അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട, അവന് ശിക്ഷയാണ് കിട്ടുക. അല്ലാഹു ഒരു വിലയും അതിന് കൊടുക്കുകയുമില്ല. അതുകൊണ്ട് നല്ല ഫിഖ് തിരിയുന്ന ഒരു പണ്ഡിതനുണ്ടല്ലോ, അവന്റെ 2 റക്അത്താണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതം. മിൻ അൽഫി റക്അ, എടോ നിന്റെ 1000 റക്അത്തിനേക്കാളും പുണ്യം ആ പണ്ഡിതന്റെ 2 റക്അത്തിനാണ്. അതുകൊണ്ട് നീ പണ്ഡിതന്മാരെ കുറ്റം പറയണ്ടടോ. ഔലിയാക്കളെ ബഹുമാനിക്കുന്ന പോലെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണമെന്ന് റിഫായി ശൈഖാണ് പറയുന്നത്. എന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയ്യാകും വഹിമാല ഹുഖൂഖിൽ ഉലമാ, പണ്ഡിതന്മാരെ അനാദരിക്കലും അവരെ മോശമാക്കി കാണലും നീ പേടിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. പണ്ഡിതന്മാരെ നീ ഒരിക്കലും കൊച്ചാക്കി കാണരുത്. വഅലൈക്കും ബിഹുസ്നിൽ ളന്നി ബിഹിം, പണ്ഡിതന്മാരെ കുറിച്ച് നല്ല ധാരണ വെക്കണം, ആലിമീങ്ങളെ കുറിച്ച് മോശമായിട്ടല്ല വേണ്ടത് എന്ന് റിഫായി ശൈഖ് പറയാൻ. ഇനി നിങ്ങൾ ആധുനിക ത്വരീഖത്തുകാർ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അബ്ദുൽ ഖാദിർ ജീലാനി തന്നെ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നു, ഇത്തബിഉ ശയൂഖൽ ഉലമാ, പണ്ഡിതന്മാരെയും പിൻപറ്റണം. നിങ്ങൾ ത്വരീഖത്തിലല്ല, ത്വരീഖത്തിലില്ലാത്ത പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. വഅസ്നിൽ നബിഹിം, അവർ നല്ല ഭാവന വെച്ച് പുലർത്തണം. അവരെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കുകയല്ല, അവരിലൊക്കെ നല്ല സൽഭാവനയാണ് വേണ്ടത്. വതഅല്ലം മിൻഹും, അവരിൽ നിന്ന് ഇൽമു പഠിക്കുകയാണ് വേണ്ടത്. വഹ്സിനിൽ അദബ ബൈന യദീഹിം, ആ ഉലമാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറുകയാണ് വേണ്ടത്. വൽ ഉസ്റതമഹും, അവരോട് നല്ല നിലയ്ക്ക് പെരുമാറണം. എങ്കിൽ അവരോട് നല്ല നിലയ്ക്ക് നീ പെരുമാറിയാൽ വഖദ് അഫ്ലഹത, എങ്കിലേ ത്വരീഖത്തുകാരാ നീ വിജയിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സാക്ഷാൽ മുഹയ്യിദ്ദീൻ ശൈഖ് തന്നെ പറയുമ്പോൾ ഇതൊന്നും അറിയാതെ പാവം ജനങ്ങൾ പെട്ടുപോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്നത്തെ കാലം മനുഷ്യന്മാർ ആത്മീയതയിലേക്ക് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൽ പലതും പെട്ടുപോകരുത്. അള്ളാഹു നമ്മളെ യഥാർത്ഥ വഴിയിലൂടെ ചലിപ്പിച്ച് ഉന്നതമായ നിലക്ക് നമ്മൾ ജീവിച്ച് സിറാത്ത് മുസ്തഖീമിലൂടെ കഴിഞ്ഞ് അവസാനം ഖൈറായ രൂപത്തിൽ പരിപൂർണ്ണ തൗഹീദിൽ ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാന്മാരായ മശായിഖന്മാരും തസവുഫിൻ്റെ അഖിലുകാരുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുക. നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ കഴിയും. ഈ ദുന്യാവിലെ ജീവിതം നശിച്ചു പോകാനുള്ളതാണ്. അതാണ് എല്ലാ നബിമാർക്കും കൊടുത്ത പിന്നെ ഉപദേശവും സന്ദേശവും. അതാ നമ്മൾ ജാടകളുടെ ലോകത്താണുള്ളത്. നിങ്ങൾക്കറിയോ, ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു വലിയ ലോക പണ്ഡിതൻ ഹാത്തിമുൽ അസം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചവിട് കേൾക്കാത്തതെന്നാ. അദ്ദേഹം വലിയ പണ്ഡിതനാ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പെണ്ണ് മസ്അല ചോദിക്കാൻ വന്നു. മസ്അല ചോദിച്ചപ്പോൾ ആ സ്ത്രീക്ക് അല്പം ശബ്ദത്തോടെ കീഴുവായു അങ്ങ് പോയി. അപ്പോൾ ആ പെണ്ണാകെ വിഷമിച്ചു, പടച്ചോനെ ഈ പണ്ഡിതൻ്റെ മുമ്പിൽ ഞാനാകെ നാണം കെട്ടല്ലോ. അപ്പോൾ മസ്അല ചോദിച്ചപ്പോൾ ഈ മഹാപണ്ഡിതൻ ആ പെണ്ണിനോട് ചോദിച്ചു, എന്താ നീ ചോദിക്കണത്? തസ്അലീൻ, ഒന്നും കൂടി ചോദിക്ക്, ഉറക്കെ ചോദിച്ചു. അപ്പോൾ ഈ പെണ്ണിന് മനസ്സിലായി ഇദ്ദേഹത്തിന് ചെവി കേൾക്കൂല, ഉറക്കെ പറയാൻ തുടങ്ങി. അപ്പോഴും ഈ പണ്ഡിതൻ പിന്നെയും എന്താ ചോദിക്കണമെന്ന് ചോദിച്ചു. ഈ പെണ്ണ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ പെണ്ണിന് സമാധാനമായി. എൻ്റെ ഈ ശബ്ദം, കീഴുവായി പോയ ശബ്ദം ഈ മഹാൻ കേട്ടിട്ടില്ല. അവർ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഹാത്തിം എന്ന ലോകമഹാപണ്ഡിതൻ ചെവി അല്പം കുറവുള്ള ആളാണ്. അങ്ങനെയാണ് ലോകത്ത് ഇന്നും എല്ലാ കിതാബിലും അദ്ദേഹത്തിൻ്റെ പേര് ഹാത്തിമുൽ അസം എന്നാണ്. ചെവി കേൾക്കാത്ത പണ്ഡിതൻ ചെവി കേൾക്കാഞ്ഞിട്ടല്ല, അഭിനയിച്ചു. എന്തിന്? ഒരു മനുഷ്യ പെണ്ണിൻ്റെ മാനം കാക്കാൻ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. ഇതായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും. നമുക്കെവിടെ
നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഒരു വലിയ മഹാനായ പണ്ഡിതൻ, വലിയ മഹാനാണ്. സമയം ഒരുപാട് ദീർഘിച്ചു പോയി. ഞാൻ പറയുന്നത് ഇന്നത്തെ ലോകത്ത് കിബറും ഹസദും ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരിൽ വരെ ഇതൊന്നും നമുക്ക് ആഖിറത്തേക്ക് ഉപകരിക്കില്ലല്ലോ. ആഖിറത്ത് രക്ഷപ്പെടണമെങ്കിൽ നിഷ്കളങ്ക ഹൃദയം വേണം. അതിന് സ്വാലിഹ്യങ്ങളുമായി സഹവസിച്ച് തസവുഫിൻ്റെ അഹലുകാരുമായി ബന്ധപ്പെട്ട് നല്ല നിലയ്ക്ക് നമ്മൾ ജീവിക്കുകയും ഈ തസവുഫും ത്വരീഖത്തൊക്കെ തന്നെയാണ് സമസ്തയും നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മൾ ഒരാളെയും അറിയാതെ എതിർത്തും വിമർശിച്ചും ആഖിബത്ത് മോശമായി പോകരുത്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് വിനയമാണ് ആഖിറത്തിലേക്കുള്ള വിജയം എന്ന് മനസ്സിലാക്കി വിനയത്തോടെ നമ്മൾ ജീവിക്കുക. ഈ മാസം ലോകം ഓർക്കുന്ന അശ്ശൈഖ് അഹ്മദ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അദ്ദേഹത്തിന്റെ പ്രബോധനം കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മുസ്ലിമായെങ്കിൽ അത് ഏത് പ്രബോധന? ബാജുരി ഇമാം പറയുന്നുണ്ട്, ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ അൽഫി റജുലിൻ ലിറജുലിൻ. 1000 പണ്ഡിതന്മാർ ഒരാൾക്ക് വാഴ് പറഞ്ഞു കൊടുക്കണേക്കാൾ ഏറ്റവും നല്ലത് എന്താ അറിയോ? 1000 മോശപ്പെട്ട ആളുകൾക്കിടയിൽ ഒരാൾ നല്ല നിലക്ക് ജീവിക്കുക. ഇതാണ് തസവുഫ്. 1000 മൗലവിമാർ മയക്ക് കെട്ടി ഒരു തമ്മാടിക്ക് വാഴ് പറഞ്ഞു കൊടുക്കണേക്കാൾ ഏറെ നല്ല എന്താ അറിയോ? 1000 തമ്മാടികൾക്കിടയിൽ ഒരാൾ ഒന്നും പറയാതെ നല്ലവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഈ ജീവിതമായിരിക്കണം തസവുഫ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വിഷയത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കി സമയ ദൗർലഭ്യം കൊണ്ട് ചുരുക്കി പല വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അള്ളാഹു നമ്മളെ നല്ല നിലക്ക് ഇതൊക്കെ കേട്ടതുപോലെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.